എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. നമ്മുടെ സത്സംഗത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ആദ്യത്തെ ദിവസം നമ്മൾ 3 വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് 3 ടോപ്പിക് നമ്മൾ ആദ്യത്തെ ദിവസം ചർച്ച ചെയ്തത്? ഓക്കെ, ഭക്തി ഫ്ലെക്സിബിൾ ആണ്. പിന്നെ മനസ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന്, അതായത് നമ്മുടെ ശാന്തിയും സമാധാനവും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് വേറെ ആരെയും പഴിച്ചൊല്ലാൻ പറ്റില്ല. ശരി, മൂന്നാമത്തത് ഉച്ചയ്ക്ക് ചർച്ച ചെയ്ത വിഷയം ഭക്തിയുടെ 5 അംഗങ്ങൾ. അതിൽ പരമപ്രധാനം ഏതാണ്? നാമസങ്കീർത്തനം. ഇത് 3 വിഷയം. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ വിഷയം ധർമ്മം എന്നുള്ളതാണ്. അതായത് പൊതുവേ ഒരു ചോദ്യമുണ്ടാകും, ഇത്തരം ആധ്യാത്മിക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആധ്യാത്മികമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട ഏതെങ്കിലും ആവശ്യമുണ്ടോ? ഇത് ചെയ്യാത്തവരും വളരെ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? അല്ലേ? ഇതെന്തിനാ മെനക്കെട്ട് ചെയ്യുന്നത്? ഇത് ചെയ്യാത്ത വ്യക്തികൾക്കും യാതൊരു കുഴപ്പവും ഇല്ലല്ലോ, അവരും സുഖമായിട്ടാണല്ലോ ഇത് ജീവിക്കുന്നത്. ഇപ്പോൾ ഇന്ന മതസ്ഥരൊക്കെ ജാതകം നോക്കിയാണോ കല്യാണം കഴിക്കുന്നത്? അല്ലെങ്കിൽ അവർ അമ്പലത്തിൽ പോയിട്ടൊക്കെയാണോ, ഗുരുവായൂരിൽ വെച്ചാണോ താലി കെട്ടിയത്? എന്നാലും അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലല്ലോ. ഇന്ന രാജ്യത്തിൽ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളെയും പിടിച്ച് തിന്നുന്നുണ്ട്, എന്നാൽ അവർ സുഭിക്ഷരായി കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം. അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കും ഒരു സംശയം വരും, ഞാൻ ഇത്രയും ജപിച്ചിട്ട് എൻ്റെ ബാങ്ക് ലോൺ ഇന്ന് വരെ തീർന്നില്ല, ഞാൻ എന്നും കടത്തില്ല. അപ്പം ഇതെന്തിനാ ഞാൻ ചെയ്യുന്നത്? ചെയ്യാത്ത അയാളോ ഉള്ള കൈക്കൂലി മുഴുവനും മേടിച്ച് 2ാമത്തെ വീടും 3ാമത്തെ വീടും ഒക്കെ മേടിച്ചു, ഭാര്യയും 2ഉം 3ഉം ആയി, കാറുമായി. അപ്പം നമുക്കൊരു സംശയം വരും, നമ്മളിതെല്ലാം കർശനമായി പാലിച്ച് നമുക്ക് യാതൊരു ഭൗതികമായ പുരോഗമനവും ഇല്ലല്ലോ എന്ന ഒരു ഇത് വരും. പക്ഷേ ഈ ധർമ്മം അനുസരിച്ചേ മതിയാകും. ചില സാഹചര്യങ്ങളിൽ ധർമ്മം ആചരിക്കാത്തവർക്കും ഒരു ഉയർച്ചയുണ്ടാകും ഭൗതികമായിട്ടും. പക്ഷെ ആ ഉയർച്ച താൽക്കാലികമായിരിക്കും. ആ ഉയർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ അവരെ കാണുന്നത്. പക്ഷേ ഒരു ചക്രം പോലെ മേലേ ഉള്ളവർ താഴെ വരും, താഴെ ഉള്ളവർ മേലേ പോകും. ഇതിങ്ങനെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കും. കുന്തി മഹാറാണിയുടെ ഒരു ശ്ലോകമുണ്ട്, ജന്മൈശ്വര്യ ശ്രുതശ്രീബീർ ഏധമാന മതപുമാൻ നൈവാർഹതി അഭിധാത്തും വൈ ത്വാം അകിഞ്ചന ഗോചരം. അകിഞ്ചന ഗോചരം, അകിഞ്ചന എന്ന് വെച്ചാൽ ഒന്നുമേ ഇല്ലാത്തവന്റെ സമ്പത്താണ് ദൈവം. ഇംഗ്ലീഷിൽ റിച്ച് ആൻഡ് വെൽത്ത് എന്ന് 2 വ്യത്യസ്തമായ വാക്കാണ്. ഇത് മലയാളത്തിൽ എങ്ങനെ തർജിമ ചെയ്യും? റിച്ച്, വെൽത്ത്. റിച്ച് ധനികൻ, ധനാട്യൻ, പണക്കാരൻ, പൈസക്കാരൻ. വെൽത്ത് എന്ന് വെച്ചാൽ ഇത് രണ്ടിനും വ്യത്യാസമുണ്ട്. ഭൗതിക ലോകത്തിൽ ധനാട്യന്മാർ, ധനമുള്ളവരുണ്ട്.
സമ്പത്തുള്ളവരില്ല. സമ്പത്ത് സാക്ഷാൽ ആരുടെ ജീവിതത്തിൽ നാരായണൻ കുടികൊള്ളുമോ അവരുടെ ജീവിതത്തിൽ മാത്രമാണ് സമ്പത്തുണ്ടാകുക. ലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ ധനം മാത്രമല്ല, 16 ഐശ്വര്യങ്ങളിൽ ഒന്നാണ് പണം. അങ്ങനെ ഒരു അനുഗ്രഹം അന്ന് കാലത്തുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞാൽ വലിയ മുതിർന്നവരൊക്കെ പറയും 16 വിധം ഐശ്വര്യവും ഉണ്ടാകട്ടെ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അത് ശരി. സർവൈശ്വര്യം, അത് ശരി. അപ്പൊ അങ്ങനെ ഐശ്വര്യം, സമ്പത്ത് എന്ന് പറയുന്നത് 16 വിഷയങ്ങളാണ്. അവിടെ ഗ്രഹം, വീട്, കുഞ്ഞുങ്ങള്, സന്താനം, പശു, ധനം, സ്വർണം, വിദ്യ, വിനയം, ഇങ്ങനെ എല്ലാം കൂടി ചേരുന്നതാണ് 16 വിഷയങ്ങൾ. പണം മാത്രമുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ എന്താ പറയുക, അവനൊരു പണക്കാരൻ, ധനാഢ്യൻ, അത്രയേ ഉള്ളൂ. അവന് സമ്പത്തില്ല. ഏതൊരു വീട്ടില് മറ്റ് ഐശ്വര്യങ്ങൾ, പശു, സന്താനം, സമാധാനം. എത്ര പേര് വിചാരിക്കുന്നു സമാധാനം വലിയൊരു ഐശ്വര്യമാണെന്ന്? അല്ലേ? പൈസയൊക്കെ ഉണ്ടായിട്ട് സമാധാനം ഇല്ലെങ്കിലോ? ഇനി പൈസ ഉണ്ടായിട്ട് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലോ? ഇഷ്ടപ്പെട്ടില്ലേ? ഹരേ കൃഷ്ണ. എവിടെ നിർത്തി? പൈസ ഉണ്ടായിട്ട് ആരോഗ്യമില്ല. ആരോഗ്യമുണ്ട് എന്നാ പൈസയില്ല. ഇത് രണ്ടും ഉണ്ട്, സമാധാനമില്ല. ഏതും തികയില്ല, പൂർണ്ണത വരില്ല. ഒരുപാട് പൈസ ഉണ്ടായിട്ട് സമാധാനമില്ലാതെ എത്രയോ ആൾക്കാരുണ്ട്. സമാധാനമുണ്ട്, പൈസയില്ലാത്തവരുണ്ട്. ഇതൊരു വിചിത്രമായ ലോകമാണ്. പാവപ്പെട്ടവൻ ഭക്ഷണം അന്വേഷിച്ചു ഓടുന്നു. ചിലര് തിന്ന ഭക്ഷണം ദഹിക്കാൻ വേണ്ടി ഓടുന്നു. വിചിത്രമായ ഒരു ലോകം. ചുരുക്കത്തിൽ എല്ലാവരും ഓട്ടം തന്നെ. ഒരു വിചിത്രമായി ഇവിടെ ധർമ്മത്തിനെ മറന്നു കഴിഞ്ഞാൽ ഒരു മൃഗീയ ജീവിതമാണ് ഭൗതിക ജീവിതം. ഇപ്പോ നമ്മൾ വിദേശത്തൊക്കെ പോയാൽ ഒരു വാക്ക് അവർ ഉപയോഗിക്കും, ഗ്രാബ് എന്നൊരു വാക്ക് ഉപയോഗിക്കും. സാധാരണ ഭാരതത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കില്ല. രാവിലെ സ്കൂളിൽ പോയാണ്, ടിഫൺ എടുത്തോ എന്ന് ചോദിച്ചാൽ എടുത്തു. ഭക്ഷണപ്പൊതി എടുത്തോ എന്ന് പറഞ്ഞാൽ എടുത്തു. അങ്ങനെ നമ്മൾ പറയുള്ളൂ, ഇല്ലേ? ഗ്രാബ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താണ്? പിടിച്ചു പറിക്കുക. പക്ഷെ വിദേശത്ത് പോയാൽ സ്വാഭാവികമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഞാൻ എൻ്റെ ഉച്ചയൂണ് ഗ്രാബ് ചെയ്തു, എൻ്റെ സ്കൂൾ ബാഗ് ഞാൻ പിടിച്ചു പറിച്ചു. അത് മൃഗങ്ങളാണ് ആ പണി ചെയ്യുക. ഒരു ചപ്പാത്തി കഷ്ണം വലിച്ചെറിഞ്ഞാൽ 4 പട്ടിയും വന്ന് എന്ത് ചെയ്യും? ഗ്രാബ് ചെയ്യും. മനുഷ്യരത് ചെയ്യൂല. ധർമ്മമില്ലെങ്കിൽ ഏകദേശം മൃഗീയമായ ഒരു ജീവിതം. ചെറിയ ഒരു കാലഘട്ടത്തിൽ അവനൊരു ഉയർച്ച നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ ഉയരുന്ന ആള് തീർച്ചയായിട്ടും താഴോട്ട് പോകും. അപ്പൊ ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ധാരയതി ഇതി ധർമാഹ, താങ്ങിപ്പിടിക്കലാണ് ധർമ്മം എന്ന് പറയാം. ധരണി, ഭൂമിക്ക് അങ്ങനെ ഒരു പേരില്ലേ? ധരണി. നല്ലവനെയും കുഴപ്പക്കാരനെയും പാപിയും കൊലപാതകം ചെയ്യുന്നവൻ എന്താ പറയാ? അതെന്താ സ്ത്രീലിംഗം ഉപയോഗിക്കണേ? കൊലപാതകൻ എന്ന് പറഞ്ഞാൽ പോരെ? മലയാളത്തിൽ എന്താ കൊലപാതകി എന്ന് പറയണേ? നോക്കിക്കോളൂ, ചില വാക്കുകൾക്ക് പുരുഷലിംഗം ഇല്ല. പാപം ചെയ്യുന്നവനെ എന്താ പറയാ? പാപൻ എന്ന് പറഞ്ഞൂടെ? കൊലപാതകി, പാപി, അതെന്താ അങ്ങനെ? എനിക്ക് ഉത്തരമുണ്ട്, പക്ഷെ ഞാൻ ഈ വേദിയിൽ അത് പറയില്ല. അവരാണോ? എനിക്കറിഞ്ഞൂടാ, അത് സായി പ്രഭുവാ പറയുന്നത്. ശരി, ഹരേ കൃഷ്ണ. അപ്പോ ധാരയത്തെ ഇതി ധർമ്മഃ,
താങ്ങിപ്പിടിക്കുന്നതാണ് ധർമ്മം. താങ്ങിപ്പിടിക്കാൻ ഒരുപാട് ക്ഷമ വേണം. ഭൂമി നല്ല വ്യക്തിയെയും പാപിയെയും കള്ളനെയും എല്ലാവരെയും ഒരുപോലെയാണ് ഭൂമി ട്രീറ്റ് ചെയ്യുന്നത്. കൊലപാതകം ചെയ്യുന്ന ആൾക്ക് പ്രത്യേകം നിനക്ക് വെള്ളമില്ല, സൂര്യപ്രകാശമില്ല, അരിയില്ല, പച്ചക്കറി ഇല്ലെന്ന് ഭൂമി പറയാറില്ല. ഭൂമി എല്ലാവരെയും ഒരുപോലെ താങ്ങിപ്പിടിക്കും. അപ്പോൾ ഒരു ധർമ്മം ഇല്ലെങ്കിൽ ഏതൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ താങ്ങിപ്പിടിക്കണമെങ്കിലും ഒരുപാട് ക്ഷമ വേണം. ഇപ്പൊ ഉദാഹരണം, വീട് പണിയുന്നതാണോ എളുപ്പം, വീട്ടിനെ പൊളിക്കുന്നതാണോ എളുപ്പം, അല്ല 30 വർഷം അതിനെ ഏതാണ് ബുദ്ധിമുട്ട്? വീട് കെട്ടുന്നതാണോ, വീട് പണിയുന്നതാണോ ബുദ്ധിമുട്ട്, വീട്ടിനെ പൊളിക്കുന്നതാണോ ബുദ്ധിമുട്ട്, അല്ല 30-40 വർഷം അതിനെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നതാണോ ബുദ്ധിമുട്ട്? ഏതാണ് ബുദ്ധിമുട്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നതാ ബുദ്ധിമുട്ട്. കെട്ടുന്നതിനൊരു രജോ ഗുണമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീട് കെട്ടാൻ പറ്റും. പൊളിക്കുമ്പോൾ അതിന് തമോ ഗുണം ഉണ്ടെങ്കിൽ പൊളിക്കാൻ പറ്റും. പക്ഷെ ഇതിനെ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, വിവാഹം കഴിക്കുന്നതാണോ ബുദ്ധിമുട്ട്, വിവാഹമോചനമാണോ ബുദ്ധിമുട്ട്, 40-50 വർഷം ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണോ ബുദ്ധിമുട്ട്? ഏതാ ബുദ്ധിമുട്ട്? ഏതാ? മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അതിന് നമുക്ക് ഒരുപാട് സാത്വിക ഗുണമുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. താങ്ങിപ്പിടിക്കുക ധർമ്മം. അപ്പൊ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥ ധർമ്മം അത് അല്പം കൂട്ടിച്ചേർക്കുന്നുവോ മറ്റു വിഷയങ്ങളെല്ലാം ഈശ്വരൻ തന്നോളും. ധർമ്മോ രക്ഷിതാഹ. നമ്മൾ ധർമ്മത്തിനെ രക്ഷിച്ചാൽ ആ ധർമ്മം നമ്മളെ രക്ഷിക്കും. അപ്പൊ അല്പം ഈശ്വര ചിന്ത. ഇപ്പൊ നമ്മളെല്ലാം ഭാരതീയര് കുറച്ചും കൂടെ ധാർമ്മികമായി പോകുന്നത് നമ്മുടെ പൂർവികന്മാർ ആ ധർമ്മം ആചരിച്ച കൊണ്ടാണ് നമുക്കല്പം ഈ ഒരു ധാർമ്മികത ഉണ്ടാകുന്നത്. അത് കാരണം സമാധാനം കൂടുതലാണ്. പക്ഷേ ഇന്ന് പുതിയ തലമുറയ്ക്ക് ഇത് ഇല്ലാതെ അതിൻ്റെ ആവശ്യമേ ഇല്ല. പഠിക്കുക, പഠിച്ചു കഴിഞ്ഞാൽ ജോലി നേടുക, അതിൻ്റെ പുറകെ പൈസ നേടുക, ഈ ഒരു ഓട്ടത്തിൽ പലപ്പോഴും അവർക്ക് മൃഗീയമായ സ്വഭാവമാണ്. രാവിലെ ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ സഹപ്രവർത്തകനെ നോക്കി ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന മറുപടി ബൗ എന്നാണ്. ദേഷ്യം കടിച്ചു തിന്നാൻ പറ്റും. എത്ര പേർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? ഉറങ്ങി എണീറ്റു, രാവിലെ എണീറ്റപ്പോ എന്താണെന്നറിയില്ല, ആകെ മൂഡ് ശരിയില്ല. കാണുന്നവരെല്ലാം കടിക്കാനും പിടിച്ച് മാന്താനും, ഒന്ന് പറഞ്ഞാൽ എന്താ ഉരുളയ്ക്ക് ഉപ്പേരി എന്നുള്ള രീതിക്ക് മറുപടി പറയുക. അത് ഈ കേരളത്തിൽ അല്പം കൂടുതലാണ്. സുഖമാണോ? അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ? അല്ലെങ്കിൽ നീ തരൂ. ഭക്ഷണം കഴിച്ചോ എന്താ മറുപടി കൊടുക്കുക? ഒന്നാ കഴിച്ചു, ഇല്ലെങ്കിൽ കഴിച്ചില്ല. അപ്പോ കറണ്ട് വന്നോ? ഓക്കെ, എനിക്ക് ഫാൻ വേണ്ട, അല്ല ഇതിന് വേണമെന്ന്. ഇത് മതിയോ? ഹരേ കൃഷ്ണ, ഹരേ ഹരേ കൃഷ്ണ. ഏതാ സൗണ്ട് കൂടുതൽ? ഓക്കെ, എവിടെ നിർത്തി? ബൗവില. അപ്പോ ഒരു മലയാളിയെ വടക്കൻ ജില്ലക്കാരനാണോ തെക്കൻ ജില്ലക്കാരനാണോ എന്ന് എളുപ്പം കണ്ടുപിടിക്കാം. ആളെടുത്ത് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ നീ തരൂ എന്ന് മറുപടി പറഞ്ഞാൽ വടക്കൻ കേരളമാണ്. ശരിക്കുള്ള ഉത്തരം വരെയില്ല, കണ്ണൂരാണെന്ന് തീരുമാനിക്കാം. ഭക്ഷണം കഴിച്ചോ? ഓ, എന്നെ കുറിച്ച് ആരന്വേഷിക്കാനാ, ഉണ്ടാ ചത്താന്ന് പോലും ആരന്വേഷിക്കും.
അയാൾ തിരുവനന്തപുരത്തുകാരനാണ്. നേരെ ഉള്ള മറുപടി പറയത്തേയില്ല. ഇങ്ങനത്തെ ഉത്തരങ്ങളെ കിട്ടുള്ളൂ. പാലക്കാടുകാരോ എന്ത് പറയും? അത് പ്രഭു വേണം ഉത്തരം പറയാൻ. അല്ല, ഞാൻ ഏത് ജില്ലക്ക് പോവോ ആ ജില്ല യൂസ് ചെയ്യൂല. അപ്പോ ക്ഷമ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഫലപ്രദമായിട്ട് ഈ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കലികാലത്തിൽ സനാതനധർമ്മം ഈശ്വര ചിന്തകൾ കുറയുന്നത് കൊണ്ട് ഈ ക്ഷമ എന്ന് പറയുന്ന കാര്യമില്ല. എല്ലാവരും അവരുടെ ദേഷ്യത്തിന് ഇനിയൊരാളുടെ തലയ്ക്കങ്ങ് വെക്കും. എന്ത് ചെയ്യണമെന്നറിയില്ല, ഇതങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ കഴിഞ്ഞ അവസരത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം, ഗൃഹനാഥൻ പുറത്തു പോയിട്ടൊക്കെ ചുറ്റി പല ജോലിയും ചെയ്ത് വീട്ടിലേക്ക് വരിക, വല്ലാത്ത ടെൻഷൻ. ഭാര്യ ചെന്നിട്ട്, എന്താ ചേട്ടാ എന്ത് പറ്റി? ഒന്നും മിണ്ടല്, എൻ്റെ മൂടാകെ ശരിയല്ല. എന്തെങ്കിലും കാരണമുണ്ടോ അവരെടുത്ത് മുഖം കടുപ്പിക്കേണ്ടത്? ഒന്നുമില്ല. പക്ഷെ ഇത് എവിടെങ്കിലും പുറത്തു വിടണം. അപ്പൊ എളുപ്പം ആരാണ്? ഭാര്യ. അത് കഴിഞ്ഞ് ഭാര്യയുടെ തലയ്ക്ക് അതങ്ങ് ട്രാൻസ്ഫർ ചെയ്തു. ആ സ്ത്രീ അങ്ങോട്ട് പോകുമ്പോ കുഞ്ഞുങ്ങൾ ഓടി വന്ന് അമ്മാന്നൊരു പിടി രണ്ടടി. അത് അവർക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കുഞ്ഞിന്റെ തലയ്ക്ക് അങ്ങ് വെക്കും. ഈ ലീലകൾ ചെയ്ത സ്ത്രീകളുണ്ടോ? ഒരു തെറ്റും ചെയ്യാതെ കുഞ്ഞുങ്ങളെ അടിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തത് ആരുമില്ല. എല്ലാം വൈകുണ്ഠത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വെറുതെ ഇരുന്ന് നമുക്ക് അടി കിട്ടി, വഴക്ക് കിട്ടി. അവരെന്ത് ചെയ്യും? പുറത്ത് ചെന്നിട്ട് അവിടെ ഇരുന്ന പട്ടിയുടെ പുറത്ത് കല്ലെടുത്ത്. ആ പട്ടി എന്ത് ചെയ്യും? ഈ ഗ്രഹനാഥം വെളിയിൽ വരുമ്പോ കടിച്ചു വരിക. ഇപ്പൊ ഇതെന്തായി? ഒരു സൈക്കിളായി. ഇങ്ങനെ ദിവസം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ആർക്കും ഇതിനെ എങ്ങനെ താങ്ങാം, ഇതിൻ്റെ ഒരു ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം അറിയുന്നില്ല. അപ്പൊ ഇത് കാരണം എന്താ സംഭവിക്കണ? ഇന്ന് രാജ്യത്തിൽ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ ഇനി ഒരുത്തൻ്റെ ജീവിതത്തിൽ ദോഷം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അറിയാതെ. ഇപ്പൊ ഒരു ചായക്കടക്കാരനാണ് ഇങ്ങനെ വീട്ടിൽ സംഭവിച്ചു വന്നിരിക്കുക. അപ്പൊ അവൻ രാവിലെ ചായ ഗ്ലാസ് കഴുകുന്നു. കഴുകി അവന്റെ മനസ്സ് മുഴുവൻ എന്താണ്? അവൾ അങ്ങനെ പറഞ്ഞു, മക്കളാരാൻ പറഞ്ഞ കേക്ക്, ഇവിടെ വന്നാൽ ചായ ഇത് ഓരോരുത്തരുടെ പ്രവർത്തനത്തിലും വരുന്നു. നമ്മളെ ചെന്ന് അവിടെ ചായ ചോദിക്കും, അയാൾ പകുതി കഴുകാതെ അകത്ത് മൊത്തം വിം പൗഡർ അതും കൂടെ ഇട്ടങ്ങോട്. ഇത് നടക്കുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ കർമ്മത്തിൽ അധർമ്മം ചേർക്കുന്നുണ്ട്. കാരണം അവന് മനസ്സമാധാനം, സന്തോഷമുള്ള സ്ഥലത്തെ ഫലമുണ്ടാവുകയുള്ളൂ. പശു എങ്ങനെയാ കിടാവിന് പാല് കൊടുക്കുക? അത് കിടാവിൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട്. അപ്പൊ പാൽക്കാരൻ എന്ത് ചെയ്യും? പശുവിന്റെ മുമ്പേ കൊണ്ടുവന്ന് കിടാവിനെ കെട്ടിവെക്കും. അപ്പൊ അതിന് നക്കിയും ചിരിച്ചൊക്കെ ഇരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് പാല് മൊത്തം എടുത്തളയും, ഇല്ലേ? അത് ആ സ്നേഹം കൊണ്ടാണ് വരുന്നത്. ആ സ്നേഹത്തിനുള്ള അവസരം കൊടുത്തില്ലെങ്കിൽ മൃഗമാകട്ടെ, മനുഷ്യരാകട്ടെ, ചെടികൊടികൾ, മരങ്ങളാകട്ടെ, ഇവർ തരുന്ന ഫലത്തിൽ വിഷമുണ്ടാകും. അപ്പൊ വെളിയിൽ ഒരു ചായക്കടയോ ഒരു ജോലിയോ സർക്കാർ ഓഫീസുകാരൻ, അവനൊരു സന്തോഷമില്ല, ശാന്തിയില്ല, സമാധാനമില്ല. അപ്പൊ ഒരാൾ വരുമ്പോ ഇന്ന് പറ്റില്ല, നാളെ. സാറേ അതൊരു ഒപ്പിട്ട് കൊടുത്താൽ മതി, അയാൾ നാളെ വരട്ടെ, ഇനി എനിക്ക് മൂടില്ല. ഈ വെറുതെ ഉള്ള മനുഷ്യന് നെന്മാറ ഇന്ന് പാലക്കാട് വരെ 2 ആഴ്ച കയറ്റി ഇറങ്ങി. നടക്കുന്നുണ്ടോ? ഇല്ലേ? അയാൾ കയറി ഇറങ്ങി വന്ന് പാവം 10-70 വയസ്സുകാരനായിരിക്കും. ഈ ദേശീയം എവിടെ കാണിക്കുക? അവിടെ ബസ് ടിക്കറ്റുകാരൻ്റെ അടുത്ത് തൊട്ട് ഓട്ടോക്കാരൻ്റെ അടുത്ത് വീട് വരെ അത് കാണിക്കും. ഇങ്ങനെ ഇന്ന് ഭാരതത്തിൽ 150 കോടി ജനമുണ്ടെങ്കിൽ അത്ര പേരും ഈ പ്രഷർ അനുഭവിക്കാം. ഈ പ്രഷർ അവരവരുടെ കർമ്മത്തിൽ പ്രവർത്തിക്കും. ഡോക്ടറിന് ടെൻഷൻ, പട്ടിക്ക് കുത്തുന്ന മരുന്നെടുത്ത് മനുഷ്യനെ കുത്തിവെക്കും. അയാൾക്കറിയില്ല എത്ര തെറ്റുകളാ സംഭവിക്കുന്നത്, അല്ലേ?
പിന്നെ അവർ ഒളിക്കുകയാണ് ശ്രീ. ഓരോ മനുഷ്യനും ഇപ്പൊ 150 കോടി ജനം ഭൂമിയിലുണ്ടെങ്കിൽ 150 കോടി ഒരു പ്രഷർ കുക്കറാണ്. ഇത് എപ്പോ പൊട്ടിത്തെറിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കാം. അതാ ഇന്നലത്തെ ശ്ലോകം, അശാന്തസ്യ കുത സുഖം. അവരവരെ മനസ്സമാധാനം അവരവർ കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ഫലത്തിലും ഒരു ചെറിയ വിഷമുണ്ടാകും. ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ കെട്ടുപണി അതിൽ ജോലിക്കാരനാണ്. അയാൾ രാവിലെ വന്ന് ബോസ് ചീത്ത പറയണു, മാനേജർ വഴക്ക് പറയണു, അത് പറയണു, ഇത് പറയണു. അപ്പൊ അയാൾ എന്ത് ചെയ്യും? സിമെന്റ് കലക്കുമ്പോൾ നേരെ കലക്കില്ല. കെട്ടിട ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ കയറി ഇരുന്ന് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ അത് താഴോട്ട് വരും. കെട്ടിടം പാലം താഴെ കിടക്കും, മേലെ പോകേണ്ട വിമാനം കുത്തനെ ഇറങ്ങും. ഇതെല്ലാത്തിനും മനസ്സുമായിട്ട് ബന്ധമുണ്ട്. സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ? ഇല്ലേ? മനസ്സന്തോഷം സമാധാനമുണ്ടാകുമ്പോൾ ഫലം കൂടും. അപ്പൊ താങ്ങിപ്പിടിക്കുക. ധർമ്മം എന്ന് പറഞ്ഞാൽ ക്ഷമ, വേറെ ഒന്നല്ല. ക്ഷമയുള്ള വ്യക്തികൾ മാത്രമേ ജീവിതത്തിൽ വിജയിക്കൂ. എത്ര പേർക്ക് ഇവിടെ ഷോർട്ട് ടെമ്പർ ഉണ്ട്? ഷോർട്ട് ടെമ്പർ എന്ന് മലയാളത്തിൽ എന്ന് പറയും, പെട്ടെന്ന് ദേഷ്യം വരും. ഷോർട്ട് ടെമ്പർ കറക്റ്റ് വാക്കുണ്ടല്ലോ, മുൻകോപം. എത്ര പേർക്കുണ്ട്? എല്ലാവർക്കും ഉണ്ട്. മാതാജിക്ക് മുൻകോപം ഉണ്ടോ? അപ്പോ അത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് ക്ഷമയോട് വലിയ ഒരു ബന്ധമുണ്ട്. അതിലും ഭഗവാന്റെ വാക്കുകൾ പറയുക, അല്ലെങ്കിൽ അനുസരിക്കുക. ധർമ്മോ രക്ഷിത രക്ഷിതാഹ, ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാന്റെ വാക്കുകൾ അനുസരിക്കുക. മഹാഭാരതത്തിൽ നല്ലൊരു ഉദാഹരണം, ധൃതരാഷ്ട്ര മഹാരാജാവ് വന്ന് ആദ്യം ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, പാണ്ഡവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല. നിർബന്ധം കാരണം, വിതുരരും ഭീഷ്മരും എല്ലാം നിർബന്ധിക്കുന്നത് കാരണം കാണ്ഡവപ്രസ്ഥം എന്നൊരു പകുതി പാണ്ഡവർക്ക് കൊടുത്തു. ഹസ്തിനാപുരം തൻ്റെ മക്കൾക്കും. പാണ്ഡവർക്ക് ഏതാ മുറിച്ചു കൊടുത്തത്? കാണ്ഡവപ്രസ്ഥം. നമ്മുടെ വീടുകളിൽ നമ്മൾ ചിലപ്പോൾ പാല് കാച്ചലും അതിനും ഇതിനൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകളിൽ ചിലർ ഗിഫ്റ്റ്, പാൽ കുക്കറും ഇഡലി കുക്കറും ചട്ടിയും കുട്ടിയൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് തരും അല്ലേ? അത് നമ്മളൊന്ന് തുറന്നു നോക്കിയിട്ട് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുപോലെ പൊതിഞ്ഞു വെച്ച് വേറെ ഒരു വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത ലീല ആരെങ്കിലും ഉണ്ടോ ചെയ്തവർ? ആരുമില്ല. 3 പേരേ ഉള്ളൂ. 4, 5. ഇപ്പൊ എല്ലാ കൈയും പതുക്കെ പതുക്കെ വരുന്നു. ധർമ്മിഷ്ഠരാണ് അല്ലേ? അത് എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ഡ്രസ്സോ വേറെ എന്തെങ്കിലും സാധനമോ കിട്ടുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അത് അതുപോലെ അങ്ങ് പൊതിഞ്ഞു വെക്കും. അടുത്ത ഏതെങ്കിലും ഇൻവിറ്റേഷൻ വരുമ്പോൾ കൊണ്ടുപോയി കൊടുക്കും. അത് യഥാർത്ഥ സമ്മാനമാണോ? അല്ല. അതേപോലെ അതിനേക്കാളും മോശമാണ് ധൃതരാഷ്ട്ര രാജാവ് ചെയ്തത്. ഹസ്തിനാപുരം തൻ്റെ മക്കൾക്കും പാമ്പും പല്ലിയും ഇഴജന്തുക്കളും യാതൊരു ഫലവും ഇല്ലാത്ത ഒരു എന്താ വനം, അതിനെ കാണ്ഡവപ്രസ്ഥം ആർക്ക് കൊടുത്തു? പാണ്ഡവർക്ക് കൊടുത്തു. കാണ്ഡവപ്രസ്ഥമാണ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അർജുനന് വല്ലാത്ത ദേഷ്യം. എനിക്കിത് വേണ്ട, കാണ്ഡവപ്രസ്ഥമൊന്നും നമുക്ക് വേണ്ട, അവർ തന്നെ വെച്ചോട്ടെ എന്നൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുക അർജുനൻ. ഉടനെ ഭഗവാൻ പറഞ്ഞു, അർജുന നമുക്കൊന്ന് പോയി നോക്കാം, നോക്കിയിട്ട് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാം. അർജുനൻ പറഞ്ഞു, അവിടെ നോക്കാൻ എന്താ ഉള്ളത്? ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. പാമ്പും പല്ലിയും എന്താ പറയാ തേളുകളും ഒക്കെ നിറഞ്ഞ ഒരു വനമാണ്. അത് കൊണ്ടുപോയിട്ട് ഒരു പ്രയോജനവുമില്ല, എനിക്ക് വേണ്ട എന്ന് കർശനമായി അർജുനൻ പറഞ്ഞു.
ഭഗവാൻ അർജുനനെ നിർബന്ധിച്ച് വിളിച്ചോണ്ടുപോയി. എങ്ങോട്ട് വിളിച്ചോണ്ടുപോയി? കാണ്ഡവപ്രസ്ഥത്തിൽ വിളിച്ചോണ്ടുപോയി. അർജുനൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇതാണ് കണ്ടില്ലേ, ഇതിനകത്തൊരു മനുഷ്യർക്ക് പോലും പ്രവേശിക്കാൻ പറ്റില്ല, ഇവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല, ഒന്നിനും ഉപയോഗശൂന്യമായ സ്ഥലം. എന്നാലും ഭഗവാൻ നിർബന്ധിച്ച് അർജുനനെ ആഗ്നേയ അസ്ത്രം, അഗ്നി അസ്ത്രം, അത് ഈ കാണ്ഡവപ്രസ്ഥത്തിലേക്ക് വിടാൻ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോട് അർജുനൻ കാണ്ഡവപ്രസ്ഥത്തിലേക്ക് ആഗ്നേയ അസ്ത്രം, തീയിൻ്റെ അഗ്നിയുടെ അസ്ത്രം വിട്ടപ്പോൾ കാണ്ഡവപ്രസ്ഥം മുഴുവനും ദഹിച്ചു, കത്തി ഭസ്മമായി. അപ്പൊ 2 വ്യക്തികൾ അവിടെ നിന്ന് പുറത്തു വന്നു. ഒന്ന് അസുരന്മാരുടെ ശില്പിയായ മയൻ, കേട്ടിട്ടുണ്ടോ? മയാധനവൻ, മയൻ. അദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞു, എത്രയോ കാലങ്ങളായി എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്ത് ബന്ധിതനാക്കി വെച്ചിരിക്കുകയാണ് അർജുന, വലിയ സന്തോഷം, എന്നെ ഇന്ന് എനിക്ക് മോചനം കിട്ടി, വലിയ സന്തോഷം, ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു തരാം. രണ്ടാമത്തെ ആള് അഗ്നിദേവൻ. അഗ്നിദേവൻ പറഞ്ഞു, അർജുന, ഞാൻ കുറേ കാലം വിശന്ന് തിന്നാനൊന്നുമില്ലാതെ വിശന്നിരിക്കുക, ഇത്രയും സാധനം എനിക്ക് തിന്നാൻ കിട്ടി, വയറ് നിറഞ്ഞു, ഞാനും എന്തെങ്കിലും തരാം. അങ്ങനെ 2 പേരും 2 സാധനം തന്നു. മയൻ അതിമനോഹരമായ ഒരു കൊട്ടാരം പണിത് തന്നു, മായാജാല കൊട്ടാരം. ഇന്ദ്രപ്രസ്ഥം എന്ന പേര്. ചുമരിനെ കണ്ടാൽ കർട്ടൻ തിരശീല പോലെ ഇരിക്കും, തിരശീലയെ കണ്ടാൽ ചുമര് പോലെ ഇരിക്കും, നിലത്തിനെ കണ്ടാൽ വെള്ളം പോലെ ഇരിക്കും, വെള്ളത്തിനെ കണ്ടാൽ നിലം. അങ്ങനെയൊക്കെ ഒരുപാട് നമുക്കിന്ന് വരെ മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്ഭുതങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. പെട്രോൾ ലിക്വിഡാണോ ഫയറാണോ? തീയാണോ? ലിക്വിഡിന് എന്താ പറയുക മലയാളത്തിൽ? ദ്രവ്യമാണ്, ദ്രാവകമാണ്. പെട്രോൾ തീയാണോ ദ്രാവകമാണോ? ലിക്വിഡാണോ? തീയല്ല? ഭയങ്കര ബുദ്ധി, രാഷ്ട്രീയക്കാരാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായത് ആദ്യത്തെ ശ്ലോകത്തിൽ വ്യാസമഹർഷി പറയാ, ഫസ്റ്റ് ഭാഗവത്തിന്റെ ഫസ്റ്റ് ശ്ലോകം എന്താണ്? യഥോ അന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായേ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരി മൃതാം യഥാ വിനിമയ. തേജ എന്ന് പറഞ്ഞാൽ തീ, വാരി വെള്ളം. ഈ ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ സൃഷ്ടി ചിലത് വെള്ളമാണോ തീയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. വിനിമയം, ഒന്നിനോട് ഒന്ന് കലർന്ന്. അല്ലേ? പെട്രോളിന് അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല, വെള്ളമാണ് തീയാണെന്ന് പറയാൻ പറ്റില്ല. തേജോ വാരി മൃതാം യഥാ വിനിമയ, ഒന്നിനോട് ഒന്ന് ചേർന്നിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ചിലപ്പം വേനൽക്കാലത്തിൽ നമ്മൾ ഈ റോഡിൽ പോകുമ്പോൾ ദൂരെ റോഡിൽ വെള്ളം കിടക്കുന്നത് പോലെ തോന്നും. കണ്ടിട്ടുണ്ടോ? മരീചിക. അതിൻ്റെ അടുത്ത് പോകുമ്പോൾ വെള്ളം കുറച്ചും കൂടെ അപ്പുറത്ത് കിടക്കണ പോലെ തോന്നും. അതേപോലെ വേനൽക്കാലത്ത് നിങ്ങൾ സമുദ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ദൂരെ സമുദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഫ്ലെയിംസ് വരും. കണ്ടിട്ടുണ്ടോ? ആവി പറക്കും സമുദ്രത്തിൽ. ചിലതൊക്കെ വിസ്മയം, ഈ കണ്ണിന് കാഴ്ചയ്ക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. ഭഗവാന്റെ സൃഷ്ടി അത്ര എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു പരിധി മുതൽ ഒരു പരിധിക്ക് ഇടയ്ക്കുള്ള കാര്യങ്ങൾ മാത്രമേ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ളതും മനസ്സിലാക്കാൻ സാധിക്കില്ല, അതിന് കുറവായിട്ടുള്ളതും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ അർജുനനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി മയാധനവൻ ഒരു അത്ഭുതമായ കൊട്ടാരം പണിതു. ആ കൊട്ടാരത്തിന് എന്താ പേര്? ഇന്ദ്രപ്രസ്ഥം. അപ്പൊ അതിൻ്റെ പ്രത്യേകത, നിലം വെള്ളത്തിനെ പോലെയും ചുമര് തിരശീലയെ പോലെയും കാണുന്ന സത്യമല്ല. അങ്ങനെ ഒരു അത്ഭുതകരമായ കൊട്ടാരം മയൻ ഉണ്ടാക്കി കൊടുത്തു.
അർജുനന് വലിയ സന്തോഷമായി. അഗ്നിദേവൻ അർജുനന് ഒരു 2 സാധനം തന്നു. ഒന്ന് രഥവും, ഇനി ഒന്ന് ഗാണ്ഡീവം എന്ന് പറയുന്ന വില്ലും കൊടുത്തു. അപ്പോ ആദ്യം അർജുനൻ ഈ കാണ്ഡവപ്രസ്ഥം വേണ്ട എന്ന് പറഞ്ഞു. ഭഗവാൻ നിർബന്ധിച്ച് കൊണ്ടുപോയപ്പോൾ അവിടെ 3 സമ്മാനമാണ് അർജുനന് കിട്ടിയത്. ഏതൊക്കെയാ? ഇന്ദ്രപ്രസ്ഥം എന്ന കൊട്ടാരം, ഗാണ്ഡീവം, രഥം. 3 കാര്യങ്ങൾ കിട്ടി. ഈ ഗാണ്ഡീവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഉന്നം വെച്ച് ഒരു അമ്പ് വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ലക്ഷ്യം തെറ്റില്ല. മാത്രമല്ല ആദ്യത്തെ റീസൈക്ലിംഗ് പരിപാടി അതാണ്. ഈ അമ്പ് എവിടെ ചെന്ന് തറയ്ക്കണമോ തറച്ച് പ്രവർത്തിച്ചതിന് ശേഷം ഗംഗയിൽ പോയി ഒരു മുങ്ങി വന്ന് ബാക്കി ഇരുന്നോളും. നഷ്ടമാവില്ല. ആവനാഴിയിൽ ഒരു അമ്പ് പോലും നഷ്ടമാവില്ല. അർജുനൻ എല്ലാം തിരിച്ചു വന്ന് ബാക്കിലിരുന്നു. അങ്ങനത്തെ ഒരു വില്ലും അമ്പുമാണ് ഗാണ്ഡീവം. 3ാമത്തത് രഥം. ഇപ്പൊ ഭഗവാൻ ചോദിച്ചു, അർജുന നീ വരൂല വേണ്ട എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ സന്തോഷമായോ? അർജുനൻ പറഞ്ഞു, മഹാഭാരതത്തിൽ ഒരു മനോഹരമായ പാഠം. അർഹിക്കാത്ത ഒരു പരീക്ഷണം ജീവിതത്തിൽ വരുമെങ്കിൽ ക്ഷമയോടത് കടക്കുക. അത് കടക്കുമ്പോൾ ഒരു സമ്മാനം കാത്തിരിപ്പുണ്ട്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ ചീത്ത കേൾക്കുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാ ഈ കഷ്ടപ്പാടിൽ കൂടെ പോകുന്നത്, ഇത് എനിക്ക് അർഹിക്കാത്തതാണ്, ഇത് ഞാൻ ഒരു തെറ്റുകുറ്റവും ചെയ്തിട്ടില്ല, എന്നെ എന്തിനാ രാവിലെ എണീറ്റ ഉടനെ ഇവർ വഴക്ക് പറയുന്നത്, എന്നെ മാത്രം ഒതുക്കി വെച്ചിരിക്കുന്നു, അവരെ ഇങ്ങനെ മനസ്സിനകത്ത് 1000 ചോദ്യങ്ങൾ. നല്ലോണം മനസ്സിൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ ഇതിന് വേണ്ട തെറ്റ് ചെയ്തോ? ചെയ്തിട്ടില്ല. എന്നാൽ ക്ഷമയോട് കടക്കുക. ആ പരീക്ഷണ ഘട്ടം കടന്ന ഉടനെ നമുക്ക് എന്ത് കിട്ടും? കാരണം അർജുനന് നേരെ നടന്നത് അനീതിയാണ്. ധൃതരാഷ്ട്ര രാജാവ് നല്ല ഭൂമി കൊടുക്കാതെ കാണ്ഡവപ്രസ്ഥം അർജുനന് കൊടുത്തത് അനീതിയാണ്. ഇവർ ക്ഷമയോട് ഇരുന്നത് കൊണ്ട് അതിലിരുന്ന് എന്ത് കിട്ടി? സമ്മാനങ്ങൾ കിട്ടി. ഇപ്പൊ അർജുനൻ ഒരു നെന്മാറക്കാരനാണെങ്കിൽ നിന്റെ വനവും വേണ്ട സമ്മാനവും വേണ്ട, വീട്ടിൽ ചെന്നിരുന്ന്, അപ്പൊ എന്ത് സംഭവിക്കും? ഈ 3 ഗിഫ്റ്റ് കിട്ടുമോ? കിട്ടില്ല, ഇല്ലേ? ചില ഭിക്ഷക്കാരൊക്കെ അങ്ങനെയാണ്. 1 രൂപ കൊടുത്ത് അതുപോലെ തിരിച്ചെടുത്ത് എറിഞ്ഞു തരും. അങ്ങനെയുള്ളവരുണ്ടോ ഇവിടെ? ഉണ്ട്. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ അഥവാ നമുക്കൊരു 10 രൂപ കൊടുക്കണം എന്നൊരു മനസ്സുണ്ടെങ്കിൽ പോലും നമ്മൾ കൊടുക്കത്തില്ല. ശരിയാണോ തെറ്റാണോ? ഒരു ഭിക്ഷക്കാരൻ്റെ അടുത്ത് നമ്മൾ കൈ നീട്ടി, ഒരു ഭിക്ഷക്കാരൻ നമ്മളടുത്ത് വന്ന് കൈ നീട്ടിയ സമയത്ത് നമ്മൾ അയാൾക്ക് 1 രൂപ കൊടുത്തു. അയാൾ എടുത്ത് അത് വലിച്ചെറിഞ്ഞു. അതിന് പകരം എനിക്ക് കൂടുതൽ വേണം, ഇത് തികയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ കൊടുക്കുമായിരുന്നു. പക്ഷെ വലിച്ചെറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും കൊടുക്കോ? കൊടുക്കില്ല. അപ്പോൾ ഞാൻ അർഹിക്കാത്ത പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ എതിർക്കാതെ ക്ഷമയോട് ആ കാലഘട്ടം നമ്മൾ കടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സമ്മാനം കിട്ടും. അപ്പൊ കാണ്ഡവപ്രസ്ഥം പാണ്ഡവർക്ക് തന്നത് അർഹിക്കാത്ത ഒന്നാണ്. പക്ഷെ ഭഗവാൻ പറഞ്ഞത് കേട്ട് അർജുനൻ ക്ഷമയോടിരുന്നത് കൊണ്ട് ആ കാണ്ഡവപ്രസ്ഥത്തിലിരുന്ന് 3 ഗിഫ്റ്റ് അർജുനന് കിട്ടി. ഇന്ദ്രപ്രസ്ഥം, ഗാണ്ഡീവം, രഥം, 3 കിട്ടി. ഇനി അടുത്തത് ഗാണ്ഡീവം കയ്യിൽ കിട്ടിയ ഉടനെ അർജുനൻ ആ ഗാണ്ഡീവത്തിനെ ആകാശത്തിൽ ഉയർത്തിപ്പിടിച്ച്, ഇനി എന്നെ ആർക്കും ഈ പ്രപഞ്ചത്തിൽ തോൽപ്പിക്കാൻ സാധിക്കില്ല, യമനും ശിവനും വന്നാലും ഞാൻ നേർക്കുനേർ യുദ്ധം ചെയ്യും. എന്നിട്ടാണോ ഈ കൗരവർ, ഇവരെ ഇപ്പൊ ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു തരാം എന്ന് അർജുനൻ അങ്ങനെ വെല്ലുവിളിച്ചു. ഭഗവാൻ പറഞ്ഞു, എന്താ അർജുന, ഒരു സാധനം കിട്ടിയ ഉടനെ ഇത്ര അഹങ്കാരമോ? ഒരു മനോഹരമായ പാഠം മഹാഭാരതത്തിലുണ്ട്. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഏതെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് ലഭിച്ചാൽ
അതുകൊണ്ട് അഹങ്കരിക്കുകയല്ല ചെയ്യേണ്ടത്, വിനയത്തോട് അത് മറ്റുള്ളവരോട് പങ്കുവെക്കണം. മറ്റുള്ളവർക്കില്ലാത്ത ഏതെങ്കിലും സ്പെഷ്യാലിറ്റി നമുക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്വഭാവം ഉടനെ അഹങ്കരിക്കും. അവർക്കില്ലാത്ത ഒന്ന് എനിക്ക് കിട്ടിയാൽ അഹങ്കാരം വരും. അഹങ്കരിക്കല്ല വേണ്ടത്, അതെന്ത് ചെയ്യണം? മറ്റുള്ളവരോട് പങ്കുവെക്കണം. അർജുന, ഈ ഗാണ്ഡീവം നിന്റെ ശക്തി വെളിപ്പെടുത്താനല്ല, അഹങ്കരിക്കാനല്ല, വിനയത്തോട് നിന്റെ കയ്യിൽ വെച്ച് മറ്റുള്ളവർക്ക് എന്നെങ്കിലും ഇത് കാരണം സഹായം, പരസഹായമുണ്ടെങ്കിൽ ചെയ്യണം. അന്ന് മുതൽ അർജുനൻ ഗാണ്ഡീവം വെറുതെ അങ്ങ് വച്ചു. അതിനെ വെച്ച് അഹങ്കരിക്കുകയോ അനാവശ്യമായി ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. വേറെ ഒരു ദിവസം കൃഷ്ണ ഭഗവാൻ അർജുനനെ നോക്കി ചോദിച്ചു, അർജുന, ഈ ഗാണ്ഡീപം എന്തിനാ നീ തമാശയ്ക്കാ കയ്യിൽ വെച്ചിട്ടിരിക്കണ? കൗരവരെല്ലാം കൊന്നുകളയാൻ. അർജുനൻ പറഞ്ഞു, ഞാൻ എങ്ങനെ കൊല്ലും? എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ മാതുലന്മാരും മാമന്മാരും സഹോദരന്മാരും എല്ലാവരും അല്ലേ ഇവിടെ ഉള്ളത്. ഞാൻ ഇവർക്ക് നേരെ എങ്ങനെ പ്രയോഗിക്കും എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന, നീ ഒരു ഭീരുവാണ്, ഈ ഗാണ്ഡീവം എടുത്ത് പ്രയോഗിക്കുക. അപ്പം അവിടെ ധർമ്മദേവൻ പ്രത്യക്ഷമായി. ധർമ്മദേവൻ പ്രത്യക്ഷമായി പറഞ്ഞു, കൃഷ്ണ, ഞാൻ തന്നെ മൊത്തം കൺഫ്യൂഷനിലാണ്. എന്താണ് നിന്റെ കൺഫ്യൂഷൻ? അന്ന് അർജുനൻ ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞപ്പോൾ അഹങ്കാരി ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്ന് അർജുനൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കാൻ ഇപ്പം ഏതാ ശരി, ഏതാ തെറ്റ്? മനസ്സിലായോ പറഞ്ഞത്? ഇപ്പം ഇനിയൊരു എക്സാമ്പിളും കിട്ടി. അഹങ്കാരമുള്ള ആളെ എങ്ങനെയാ പറയാ? അഹങ്കാരൻ എന്ന് പറയാറില്ല അല്ലേ? അപ്പം നമുക്ക് 2-3 വാക്ക് കിട്ടി. കൊലപാതകം ചെയ്യുന്ന ആളെ കൊലപാതകി, കൊലപാതകനല്ല. പാപം ചെയ്യുന്ന ആളെ പാവി, പാവനല്ല. അഹങ്കാരമുള്ള ആളെ അഹങ്കാരനല്ല. എനിക്ക് ആൻസർ കിട്ടണം. ശരി, എവിടെ നിർത്തി? ആദ്യം അർജുനൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അർജുനൻ അത് കേട്ടിട്ട് ഉപയോഗിക്കാതെ ഇരുന്നപ്പോൾ ഭഗവാൻ വഴക്ക് പറഞ്ഞു ഉപയോഗിക്കും. അപ്പൊ ധർമ്മദേവന് വരെ സംശയമാണ്. ധർമ്മദേവൻ അവിടെ പ്രത്യക്ഷമായി പറഞ്ഞു, കൃഷ്ണ, ഏതെങ്കിലും ഒരു കാര്യം പറയുന്നു, മാറ്റി മാറ്റി പറയരുത്. ഭഗവത്ഗീതയിലും അങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നു, വേദങ്ങൾ ഞാനാ, വേദങ്ങളിൽ കൂടെ എൻ്റെ അടുത്ത് വരും. വേദാന്തകൃത് വേദവിത് ഏവചാഹം. ഇനിയൊരു സ്ഥലത്ത് ഭഗവാൻ പറയുന്നു അർജുനൻ്റെ അടുത്ത്, യം ഇമം പുഷ്പിത്തം. ഈ വേദങ്ങളെല്ലാം മധുരമായ കബളിപ്പിക്കുന്ന വാക്കുകളാണ്, വേദത്തിനെ അനുസരിക്കേണ്ട. ഒരു സ്ഥലത്ത് കൃഷ്ണൻ എന്താ പറഞ്ഞ? വേദമെല്ലാം കബളിപ്പിക്കുന്ന വാക്കുകളാ, വേദങ്ങളെ അനുസരിക്കേണ്ട. ഇനിയൊരു സ്ഥലത്ത് എന്താ പറയുന്നത്? ഞാൻ തന്നെയാണ് വേദം, ഞാനാണ് വേദങ്ങൾ എഴുതിയത്, അനുസരിക്കുക. ഒരു സ്ഥലത്ത് പറയുന്നു ദേവന്മാരെ പൂജിക്കുക, ദേവന്മാരിൽ കൂടെ ഞാൻ തന്നെയാണ് അനുഗ്രഹിക്കുന്നത്. ഇനിയൊരു സ്ഥലത്ത് പറയുന്ന ബുദ്ധി കുറഞ്ഞവരാണ് ദേവന്മാരെ പൂജിക്കുന്നത്. അതുകൊണ്ട് ഒരു ശരിക്കും മാർഗനിർദ്ദേശി, ഒരു ആധ്യാത്മിക ഗുരു ഇല്ലാതെ ഭഗവത്ഗീത വായിച്ചാൽ അയാൾ അരവട്ടാവും. കേരളത്തിൽ ചില ഭഗവത്ഗീത പണ്ഡിതന്മാരുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. ഒരു നീളത്തിലൊരു താടിയുണ്ട്, സൈഡിൽ ആ വലിയൊരു ബാഗ് ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? അങ്ങനെ നീളത്തിലൊരു ജിബ്ബയുണ്ടാവും, വലിയ താടി. സാർ സുഖമാണോ? എന്ത് സുഖം, എന്ത് ദുഃഖം. ആർക്കും മനസ്സിലാവാത്ത കുറേ ഉത്തരങ്ങൾ അങ്ങ് പറയും. വീട്ടിൽ നിന്നാണോ വരുന്നത്? വീടെന്നോ റോഡെന്നോ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇവരുടെ അടുത്ത് എന്തിനാ നമ്മൾ സംസാരിച്ചത്. ആ മനുഷ്യൻ ഗുരു ഇല്ലാതെ വേദം വായിച്ചതിൻ്റെ കുഴപ്പമാണ്. നമ്മുടെയൊക്കെ വലിയ ഭാഗ്യം ഭഗവാൻ ഇങ്ങനെ പറയുന്നത് ഇത് ഉദ്ദേശിച്ചാണ് എന്ന് വിശദീകരിച്ച് തരാൻ ഒരു ഗുരു, ഒരു ആചാര്യ പരമ്പര ഉള്ളത് കൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിച്ചു. അതൊരു വലിയ സൗഭാഗ്യമാണ്.
ഈ ഭാഗവതവും ഗീതയെല്ലാം നമ്മൾ ഗുരു ഇല്ലാതെ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അന്യഭാഷയിലുള്ള ഒരു ബുക്ക് വായിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഇപ്പൊ ഭഗവത്ഗീത ജയന്തി ആയതുകൊണ്ട് നമ്മൾ ഈ തെലുങ്ക്, ഒറിയ, കന്നഡ ബുക്സൊക്കെ വായിക്കും. എന്തെടുത്ത് നോക്കിയാലും ജിലേബി പോലെ തന്നെ ഇരിക്കും, നമുക്ക് മനസ്സിലാവില്ല ഏതാ കന്നഡ ഏതാ, അല്ലേ? എല്ലാം റിങ് ആയിട്ട് ഇരിക്കും. നമുക്ക് വല്ലത് മനസ്സിലാവോ? അതുപോലെ തന്നെയാണ് ശരിയായ ഒരു ആധ്യാത്മിക ഗുരു ഇല്ലാതെ വേദം പഠിക്കാൻ ശ്രമിച്ചാലും ഇതുപോലെ ഏതെങ്കിലും ഒന്നിൽ കയറി പിടിക്കും. ഇപ്പൊ രാമായണം വായിക്കുമ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ ആദിത്യ ഹൃദയ മന്ത്രത്തിന് പ്രാധാന്യം കൂടുതലാണ്. ഇപ്പൊ കേരളത്തിൽ നോക്ക്, എത്രയോ പേര് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നവരുണ്ട്. ആദിത്യ ഹൃദയ മന്ത്രം ശ്രീരാമൻ വിശ്വാമിത്രരുടെ ഉപദേശമനുസരിച്ച് ജപിച്ചപ്പോൾ ഫല അധിഫല എന്ന് പറയുന്ന ആയുധങ്ങൾ കിട്ടി. അവർ ചെന്ന് അസുരന്മാരെ കൊന്നു. ഈ ബാങ്ക് മാനേജർ വീട്ടിലിരുന്ന് ദിവസം ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കാണ്. ആരെ കൊല്ലാനാണോ അറിയില്ല. അപ്പൊ വേറെ ഒരു അധ്യായം നമ്മളെടുത്ത് രാമായണത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അതിൽ വേറെ കാര്യങ്ങൾ കാണും. ഉടനെ ചിലർ അതിന് പ്രാധാന്യം കൊടുക്കും. ഒരു ഗുരുവിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അതിനകത്ത് 1000 മന്ത്രം 1000 വിഷയങ്ങൾക്കുണ്ടെങ്കിലും രാമനാമമാണ് പരമപ്രധാനം എന്ന് അതിൻ്റെ സാരം എടുത്ത് നമുക്ക് തരാൻ ആർക്ക് സാധിക്കും? ഗുരുവിന്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ വേദങ്ങൾ പഠിക്കുന്നതും പ്രശ്നമാണ്. അപ്പൊ ധർമ്മദേവൻ അവിടെ പ്രത്യക്ഷമായി ഭഗവാന്റെ അടുത്ത് ചോദിച്ചു. ഒരു ദിവസം ഗാണ്ഡീപം ഉപയോഗിക്കരുതെന്നങ്ങ് പറഞ്ഞു, ഇനിയൊരു ദിവസം ഗാണ്ഡീപം ഉപയോഗിക്കണമെന്ന് പറയുന്നു. ആ പാവപ്പെട്ട അർജുനൻ എന്താ ചെയ്യുക? ഉപയോഗിക്കണോ വേണ്ടേ? അപ്പോ അവിടെ സരസ്വതി ദേവി പ്രത്യക്ഷമായി അതിന് മറുപടി പറയാ, ഏത് സാഹചര്യത്തിൽ ഭഗവാൻ എന്ത് പറയുന്നു അതാണ് സത്യം. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞാൽ എടുത്ത് മാറ്റി വെക്കുക, ഉപയോഗിക്കാൻ പറഞ്ഞാൽ ഉപയോഗിക്കാം, അല്ലേ? ഭഗവാൻ ഇപ്പം ഇന്ന് ഇവിടെ വന്ന് പറയുകയാണ്, ഇപ്പം സമയം 11:30 അല്ല, രാവിലെ 8. അപ്പം നമ്മൾ എന്ത് പറയണം? 8 എങ്കിൽ 8. നമുക്ക് യാതൊരു തർക്കവുമില്ല. ഈ ഒരു കൺഫ്യൂഷനാണ് മഹാഭാരതത്തിൽ യുധിഷ്ഠിര ചക്രവർത്തിക്ക് സംഭവിച്ചത്. യുധിഷ്ഠിരൻ തൻ്റെ മുഴുവൻ ജീവിതവും കള്ളമേ പറഞ്ഞിട്ടില്ല. നമ്മളെപ്പോലെ ഫുൾ ലൈഫിലും യുധിഷ്ഠിരൻ എന്ത് പറഞ്ഞിട്ടില്ല? കള്ളം പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്നത്തെ ദിവസം കള്ളം പറയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇന്ന് പറയാൻ ചാൻസ് കിട്ടിയില്ല. അത് ശരി. മുഴുവൻ ജീവിതവും യുധിഷ്ഠിരൻ കള്ളം പറഞ്ഞിട്ടില്ല. മാതാജി ലൈഫിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലേ? സത്യസന്ധമായി സമ്മതിച്ചു. യുധിഷ്ഠിര മഹാരാജാവ് ജീവിതം മുഴുവനും കള്ളം പറയാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രഥം ഭൂമിയിലിരുന്ന് 6 ഇഞ്ച് മേലെ ഉയർന്ന് പറക്കും. ലൈഫ് ലോങ് കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രഥം ഭൂമിയെ സ്പർശിക്കത്തില്ല, ഭൂമിയുടെ മേലേ മിതക്കും. അതുകൊണ്ട് ആ ഭാഗവതം പറയുന്നത്, ദേവന്മാർ അഥവാ ഭൂമിയിൽ പ്രത്യക്ഷമായാലും അവരുടെ പാദം നിലത്ത് തൊടില്ല. ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അത്രി മഹർഷി യാഗം ചെയ്യുന്ന സമയത്ത് ഗരുഡന്റെ മീതെ ഭഗവാൻ നാരായണൻ പ്രത്യക്ഷമായി. ഭാഗവതത്തിലുണ്ട്. ഭഗവാൻ നാരായണൻ ഗരുഡനിലിരുന്ന് താഴോട്ട് ഇറങ്ങി, പക്ഷെ പാദം എവിടെ തൊട്ടില്ല? ഭൂമിയിൽ തൊട്ടില്ല. ഇത് പാപപുണ്യങ്ങൾ നിറഞ്ഞ ഇതാ. ഇവിടെ വന്ന് ദേവഗണങ്ങൾ സ്പർശിക്കത്തില്ല. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തമാശയ്ക്ക് പറഞ്ഞു, ബാത്റൂം പോകാൻ പോലും ദേവന്മാർ ഇവിടെ വരില്ല. അതിലും പ്രത്യേകിച്ച് അദ്ദേഹം ബ്രാക്കറ്റ് ഇട്ട് പറഞ്ഞു കൽക്കട്ട എന്ന് പറഞ്ഞു. ദേവഗണങ്ങൾ മറന്നുപോലും എവിടെ വരില്ല? ഭൂമിയിൽ വരത്തില്ല. ഭഗവാൻ പ്രത്യക്ഷമാകുമ്പോഴും പാദം തൊടാതെ നിൽക്കുകയാണ്. അപ്പോ യുധിഷ്ഠിരന്റെ രഥവും ഭൂമിയെ സ്പർശിക്കാതെ ഭൂമിയുടെ മീതേ പറക്കുന്നുണ്ടായിരുന്നു. കള്ളം പറഞ്ഞിട്ടില്ല ജീവിതം മുഴുവനും. ഒരു ദിവസം നോക്കിയപ്പോൾ ദ്രോണാചാര്യർ അങ്ങ് ആവേശഭരിതനായി 8 ദിശയിലും യുദ്ധം ചെയ്യാം. അന്ന് അർജുനൻ പറഞ്ഞു ഭഗവാന്റെ അടുത്ത്, കൃഷ്ണ എന്ത് പറ്റി? നമ്മുടെ ഗുരു ദ്രോണാചാര്യർ ഒരു സുദർശന ചക്രം ചുറ്റുന്ന പോലെയല്ലേ നിന്ന് യുദ്ധം ചെയ്യുന്നത്?
ഇന്ന് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാ ദ്രോണാചാര്യരെ തോൽപ്പിക്കുക എന്ന് അർജുനൻ ഭയന്നു. ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു? നേരെ ഇദ്ദേഹത്തിനെ വിളിച്ചു, ധർമ്മപുത്രരെ വിളിച്ചിട്ട് ഒരു കള്ളം പറയാൻ പറഞ്ഞു. എന്താ കള്ളം? അശ്വത്ഥാമ മരിച്ചു. അശ്വത്ഥാമ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഏതൊരു അച്ഛനും, മകൻ പാപിയാണെങ്കിലും ഒരു അച്ഛൻ്റെ മനസ്സ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തെറ്റുമ്പോൾ നമുക്ക് തോൽപ്പിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഭീമൻ വന്നു. ദൂരെ യുദ്ധം ചെയ്യുന്ന യുധിഷ്ഠിരൻ്റെ അടുത്ത് ചെന്ന് പറയൂ, അശ്വത്ഥാമ മരിച്ചുപോയി എന്നൊരു കള്ളം പറയാൻ പറയും. അത്രയേ ഉള്ളോ? ഭീമൻ അങ്ങോട്ട് പോയി. ഇതേ ഭീമൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞിരുന്നെങ്കിലോ 1 4 പറഞ്ഞു. അവിടെ ചെന്നിട്ട് യുധിഷ്ഠിരൻ അശ്വത്ഥാമ മരിച്ചു എന്നൊരു കള്ളം പറയാൻ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ഒന്ന് മടിച്ചു. ജീവിതം മുഴുവനും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, എങ്ങനെ ആദ്യമായി ഒരു കള്ളം പറയും? പക്ഷെ പറയാൻ പറഞ്ഞതാരാ? ഭഗവാൻ. ചെയ്യണോ വേണ്ടേ? ചെയ്യണം. പക്ഷെ മടിച്ചു. ലൈഫ് ലോങ് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടില്ല, എങ്ങനെ പറയും? തയങ്ങി. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, ശരി, യുധിഷ്ഠിരനെ ബുദ്ധിമുട്ടിക്കണ്ട, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. അതാ ഒരു ആന ഭീമ, ആ ആനയുടെ പേരും അശ്വത്ഥാമ. നീ ചെന്നിട്ട് ആ ആനയെ വധിച്ചേക്ക്. അത്രയേ ഉള്ളോ? ഒറ്റച്ചാട്ട ഡും അതിനെ കൊന്നു. ഭീമന് പിന്നെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഭഗവാൻ എന്ത് പറയുന്നോ അത് വേദവാക്ക്, അത് വേറെ ഒന്നും. ഇപ്പൊ കൃഷ്ണ ഭഗവാൻ ഇവിടെ വന്നു, പത്രം പുഷ്പം ചിക്കൻ തോയം, നമ്മൾ ചിക്കൻ കഴിക്കും, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്താ കഴിക്കാത്തത്? ഭഗവാൻ കഴിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. നാളെ തൊട്ട് ഭഗവാൻ കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കഴിക്കോ ഇല്ലേ? ഭഗവാൻ പറഞ്ഞാൽ സിമ്പിൾ. ഭീമൻ അത്രയേ ഉള്ളൂ. ആനയാണോ? ശരി, ഡിം അതിനെ കടിച്ചിട്ട് കൊന്നു, തിരിച്ചു വന്നു. ഇപ്പൊ പറയാൻ പറഞ്ഞു. എന്നിട്ടും യുധിഷ്ഠിരൻ എന്താ ചെയ്തത്? അശ്വത്ഥാമ എന്ന ആന ചത്തുപോയി എന്ന് വിളിച്ചു. സൈലന്റ് ആയിട്ട് എന്ത് പറഞ്ഞു? ആന എന്ന് പറഞ്ഞു. കള്ളം പറയാൻ മനസ്സില്ല. ഒരു തിരുത്തം, ഭഗവാൻ പറഞ്ഞ വാക്കുകളിൽ ഒരു തിരുത്തം വരുത്തി. അത്ര എന്നെ രഥം ഡിമ്മിറങ്ങി. പിന്നെ ആ രഥം ഭൂമിയിൽ ഉയർന്നിട്ടേയില്ല. അപ്പോ യുധിഷ്ഠിരൻ സത്യം പറഞ്ഞോ കള്ളം പറഞ്ഞോ? ഭഗവാൻ പറഞ്ഞത് പറഞ്ഞിരുന്നെങ്കിൽ അത് സത്യമായിരുന്നു. ഇപ്പൊ അതുകൊണ്ടാണ് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ പറയുന്നതാണ് സത്യം. ഭഗവാൻ വന്ന് പറയാണ്, ഇത് നെന്മാറയല്ല, അടുത്ത വേറെ ഏതോ ഒരു പേര്. നമ്മൾ പറയും ഓക്കെ, പേര് മാറ്റണേ. അതേ ഇന്ത്യയിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് മാറ്റിയെങ്കിൽ അടിയും ബഹളവും എല്ലാം സമരമൊക്കെ നടന്നു. ഭഗവാന്റെ വാക്കുകൾ. അപ്പൊ ആദ്യം ഭഗവാൻ ആയുധം ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഉപയോഗിക്കാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അർജുനൻ അത് അനുസരിക്കുക. സംസിദ്ധീർ ഹരിതോഷണം. എൻ്റെ ലൈഫിൻ്റെ ഫൈനൽ അൾട്ടിമേറ്റ് പർപ്പസ്, സംസിദ്ധി, ദ എൻറ്റയർ ടോട്ടാലിറ്റി, അന്തിമമായ ഉദ്ദേശം ഹരിതോഷണം, ഹരിയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത്. അത്രയേ ഉള്ളൂ. നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെയും അന്തിമമായ ലക്ഷ്യം ആരെ തൃപ്തിപ്പെടുത്തുക? അല്ലാതെ വീട്ടിൽ വൈഫ്, കുട്ടി, അച്ഛൻ ഇത് പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ആരുടെയെങ്കിലും റിലേറ്റീവ്സ് 100% സാറ്റിസ്ഫൈഡ് ആണോ? ഇപ്പം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് വൈഫിൻ്റെ അടുത്ത് 100%, വൈഫ് 100%, 90 അതും ഇല്ല, 80 ചോദിക്കണ്ടേ? ഓക്കെ, തൃപ്തരല്ല. പക്ഷേ ഭഗവാനെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയാൽ ഒരു ദിവസം വ്യക്തികൾ തമ്മിലുള്ള ബന്ധവും ശാശ്വതമായി നിലനിൽക്കും. അവർക്ക് തിരിച്ചു വൈകുണ്ഠത്തിൽ പോയാലും ഭാര്യ ഭർത്താവായി ഭഗവാനെ സേവിക്കാൻ പറ്റും. അങ്ങനെ ഉള്ളത് ഒരു ദമ്പതിയേ ഉള്ളൂ. ആരാണ്? ജയദേവ കവികളും പത്മാവതി. ബാക്കി ആർക്കും ഇല്ല. ആർക്കെങ്കിലും അടുത്ത ലൈഫിലും അതേ ഹസ്ബൻഡ് വേണോ? 1 2 ഒരാൾ തൂക്കി പിന്നെ ഇറക്കി, അതിന് മനസ്സിലായില്ല. സംസിദ്ധീർ ഹരിതോഷണം. സോ നമ്മുടെ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് ആരെ പ്രീതിപ്പെടുത്തുക? ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്.
रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। श्री राम जय राम जय जय राम, श्री राम जय राम जय जय राम। श्री राम जय राम जय जय राम, श्री राम जय राम जय जय राम। श्री राम जय राम जय जय राम, श्री राम जय राम जय जय राम। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। जय जय प्रभुपाद प्रभुपाद प्रभुपाद, जय जय प्रभुपाद। ശ്രീല പ്രഭുപാദ കീ. അപ്പോൾ രാവിലത്തെ ധർമ്മം എന്ന വിഷയം കഴിഞ്ഞു. അടുത്ത വിഷയം വാമനമൂർത്തിയും മഹാബലിയും ആ ഒരു ലീലയിൽ ഭാഗവതത്തിൽ 8-ാം സ്കന്ധത്തിൽ 3 വരങ്ങളും 3 അനുഗ്രഹവും എന്ന വിഷയമാണ്. ഈ കഥ എല്ലാവർക്കും അറിയാം. അതായത്
3 വരം ഭഗവാൻ ഇന്ദ്രന് കൊടുത്തു. 3 അനുഗ്രഹം ഭഗവാൻ ബലിചക്രവർത്തിക്ക് കൊടുത്തു. അതായത് ഇവരെ തമ്മിൽ എന്നും ഒരു ശത്രുതയുണ്ടായിരുന്നു. ആരുടെ തമ്മിൽ? ഇന്ദ്രനും ചില ശത്രുത ഒരു ജന്മം കൊണ്ട് തുടങ്ങുന്നതല്ല, 2-3 ജന്മങ്ങളായി തുടർന്നു വരുന്നതാണ്. ആദ്യത്തെ ജന്മത്തിൽ അതൊരു മത്സരമായിരിക്കും, പിന്നെ അതൊരു ദേഷ്യമായി, പിന്നെ അതൊരു ശത്രുതയായി മാറും. ചിലപ്പം ചിലരെ നമ്മൾ ആദ്യമായിട്ടാണ് ലൈഫിൽ കാണുന്നത്, ഇതിനു മുമ്പേ അവരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ആദ്യമായി നമ്മൾ അവരെ കാണാൻ പോകുന്നു, കണ്ട നിമിഷം തന്നെ നമുക്ക് അവരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചില ബന്ധങ്ങളുണ്ട്. ചിലരെ കണ്ട പാട് വെറുക്കും. ഇവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല, യാതൊരു മുൻപരിചയവും ഇല്ല, കണ്ട ദിവസം തൊട്ട് ഒരു ഇഷ്ടമില്ല. എന്താ ഇഷ്ടം? എനിക്കറിയില്ല, എനിക്ക് അയാളെ ഇഷ്ടമല്ല. എന്താ ഇഷ്ടമല്ല? ഇഷ്ടമല്ല. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അല്ലേ? അത് ചിലപ്പം തുടർച്ചയാണ്. ചില സാഹചര്യങ്ങളിൽ ചില ആത്മാക്കൾ വീണ്ടും വീണ്ടും ഒരുമിച്ച് ജനിക്കും. അങ്ങനെ ജനിച്ച 2 പേരാണ് സൂര്യനും ഇന്ദ്രൻ. അവർ സൂര്യനും ഇന്ദ്രനുമായി, പിന്നെ അവരുടെ ശക്തി ബാലി സുഗ്രീവന്മാരായി, പിന്നെ അവരുടെ ശക്തി അർജുനനും കർണനുമായി. മനസ്സിലായോ? ആദ്യത്തെ യുഗത്തിൽ അവരാരാണ്? സൂര്യനും ഇന്ദ്രനും. ഭഗവാൻ വെറുതെ ഒരു തിരി കൊളുത്തി വെച്ചു, അത്രയേ ഉള്ളൂ. സൂര്യനെ കണ്ടിട്ട് ഒരു ദിവസം പറഞ്ഞു, ഭഗവാൻ നീയാണ് ദേവന്മാരുടെ അധിപതി, രാജാവ്. യക്ഷുരേവ സവിത സകലഗ്രഹാണാം രാജ. സവിത ആരാ? സവിത സൂര്യൻ. സൂര്യ, നീയാണ് സമസ്ത ഗ്രഹങ്ങൾക്കും രാജ. സൂര്യനെ നോക്കി പറഞ്ഞു. ഇനിയൊരു ദിവസം ഇന്ദ്രനെ നോക്കി പറഞ്ഞു, ഇന്ദ്ര നീയാണ് ദേവന്മാർക്ക് 2 പേരെ രാജാവ്. ഒരു നാട്ടിൽ 2 മന്ത്രിയാക്കി എങ്ങനെ ഇരിക്കും? മത്സരം അങ്ങോട്ട് തുടങ്ങി ഇവരുടെ തമ്മിൽ. ആ മത്സരം പിന്നെ വെറുപ്പായി മാറി. സൂര്യന്റെ മകൻ സുഗ്രീവനും ഇന്ദ്രന്റെ മകൻ ബാലിയും. അടുത്ത ജന്മത്തിലും ഇവരുടെ തമ്മിൽ എന്തുണ്ടായിരുന്നു? ഒരു വെറുപ്പ്. വെറുതെ ഒരു നിസാര കാര്യം. ചേട്ടൻ പറഞ്ഞു നീ വെളിയിൽ കാവൽ നിന്നോന്ന് അകത്ത് ചെന്നു. പോയ ആള് കുറെ കാലമായി വന്നില്ല. അപ്പൊ അനിയൻ വിചാരിച്ചു പോയ ആള് ചത്തെന്ന് വിചാരിച്ച് അടച്ചു. മനഃപൂർവമല്ല, പക്ഷേ അതിലും. പിന്നെ അതേപോലെ ഇന്ദ്രന്റെ മകൻ അർജുനനും സൂര്യന്റെ പുത്രൻ കർണനും കണ്ട ആദ്യത്തെ ദിവസം തന്നെ അവരുടെ തമ്മിൽ പകയാണ്. ഒരു മുൻപരിചയമില്ല. ദ്രോണാചാര്യർ ഇവരെ പരിചയപ്പെടുത്തി. കണ്ട ഉടനെ ഇനി ഒരാളെ കൊല്ലണം, ജയിക്കണം, പക. ഈ ശത്രുത എപ്പോ തൊട്ട് തുടങ്ങിയതാ? മുൻജന്മങ്ങൾ. ഒരു വളരെ രസകരമായ ഒരു പാഠം. ദേഷ്യം വരുമ്പോൾ അവിടെ ദ്രോണാചാര്യർ അർജുനന് ഉപദേശിക്കുകയാണ്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ, വളരെ വേണ്ടപ്പെട്ട ആളായിരിക്കും, ഇവനൊന്നും ചത്തങ്ങി മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. ചിന്തിച്ചവരുണ്ടോ? ഉണ്ടോ? ആരെക്കുറിച്ചാ ചിന്തിച്ചത്? വളരെ വേണ്ടപ്പെട്ട ആളെ കുറിച്ചാ ചിന്തിച്ചത്, ഇല്ലേ? ദേഷ്യം വരുമ്പോൾ മനസ്സ് കൈവിട്ട് പോകും. ഈ പോന്ന പോക്കിൽ ആ ബൈക്ക് അടിച്ചിരുന്നെങ്കിൽ എന്തും ചിന്തിക്കും നമ്മൾ. ഇപ്പം നമ്മൾ തിലകൊക്കെ ഇട്ടിട്ട് വളരെ ഡീസൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഉള്ളിൽ 2 കൊമ്പും ഒരു ചുവന്ന നാക്കൊക്കെ ഉണ്ട് അകത്ത്. എന്ത് മോശമായിട്ട് വേണമെങ്കിലും നമ്മൾ ചിന്തിക്കും. അവിടെ ദ്രോണാചാര്യർ അർജുനൻ്റെ അടുത്ത് പറയുന്നു, നീ എന്തോ ചിന്തിച്ചോ, കുഴപ്പമില്ല. ഭാഗ്യം കലികാലത്തിൽ ചിന്തിച്ചാൽ പാപമില്ല. ഇതിപ്പോൾ നമ്മൾ സത്യയുഗത്തിലായിരുന്നെങ്കിലോ ചിന്തിച്ചാൽ പോലും എന്താണ്? അതിനൊരു ശിക്ഷയാ, പാപമാണ്. ഭാഗ്യം ഇപ്പം ഇല്ല. ദ്രോണാചാര്യ പറഞ്ഞു, നീ ചിന്തിച്ചോ, കുഴപ്പമില്ല. പക്ഷേ മനസ്സിൽ വരുന്ന ആദ്യത്തെ വാക്ക് പറയൽ. ഇപ്പം എനിക്ക് പ്രഭുവിൻ്റെയോട് ദേഷ്യമാണ്, അടിയാണ്, വഴക്കാണ്, നല്ല ദേഷ്യം. എൻ്റെ മനസ്സ് ഒന്ന് സജസ്റ്റ് ചെയ്യും ആദ്യം ഒരു കാര്യം കാണുമ്പോൾ പറയാൻ. എന്ത് ചെയ്യണം? പറയും. പറഞ്ഞ അന്നോടെ എല്ലാം തീർന്നു.
പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് മനസ്സ് രണ്ടാമത്തെ ഒരു വാക്ക് കൊണ്ടുവരും, ഇതിപ്പോ പറയാൻ. അതും പറയുന്നു. ആ മനസ്സിൽ വരുന്ന ആദ്യത്തെ 2-3 ചിന്തകൾ വലിയൊരു പൂട്ട് ഇട്ടിട്ടിരിക്കണം. അവർ നമ്മളെടുത്ത് ചോദിക്കും, എന്താ ഒന്നും പറയാനില്ലേ എന്നൊക്കെ നമ്മളെ തോണ്ടും. നമ്മൾ തുറക്കരുത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സൊന്ന് ശാന്തമാവും, അപ്പം സംസാരിക്കാം. ആ ഫ്ലാറപ്പ് മൊമെന്റിൽ നമ്മൾ സംസാരിച്ചു. ആദ്യം മനസ്സിൽ വരുന്നത് ആസുരി രാക്ഷസീയ ചിന്ത. ഏത് സത്യവാനായാലും ശരി, ഏത് ശാന്തനായാലും ശരി, വഴക്കിടുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്നത് രാക്ഷസീയ ചിന്തയായിരിക്കും. ഒരിക്കലത് പുറത്തു വിടരുത്, വിഴുങ്ങിക്കൊള്ളണം. രണ്ടാമത്തത് വരുന്നത് ആസുരിക ചിന്തയായിരിക്കും, അതിനെയും വിഴുങ്ങിക്കോണം. ഈ മണ്ടത്തരമൊക്കെ ചെയ്തവരാരെങ്കിലും ഉണ്ടോ? ദേഷ്യം വരുമ്പോൾ പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതും ആരുമില്ല. ദ്രോണാചാര്യർ പറഞ്ഞു, അർജുന ഒന്നും പുറത്തു വിടരുത്. ആ ഫസ്റ്റ് സെക്കൻഡ് തോട്ട് എല്ലാം ഉള്ളിൽ തന്നെ വെച്ചോളണം. വേണമെങ്കിൽ നിങ്ങൾ ഡയറിയായി ആത്മപുസ്തകം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എഴുതാം, പക്ഷെ വെളിയിൽ പറയരുത്. അപ്പോൾ ചില ശത്രുത ഇങ്ങനെ തുടർന്ന് ജന്മജന്മാന്തരങ്ങളായി തുടർന്നു വരുന്നതാണ്. അപ്പൊ നമ്മുടെ വിഷയം എന്താണ്? 3 വരങ്ങളും 3 അനുഗ്രഹവും. അപ്പൊ ഇവര് തമ്മിൽ കാണുമ്പോഴൊക്കെ ഒരു ശത്രുത ഉണ്ടായിരുന്നു. ആര് തമ്മില്? ഇന്ദ്രനും സൂര്യൻ. ആ കഥ കഴിഞ്ഞത്. ഇന്ദ്രനും മഹാബലിയും. അങ്ങനെ ഒരു തവണ മഹാബലി ഇന്ദ്രനെ തോൽപ്പിക്കാൻ അമരാവതിയിൽ ചെന്നു. അവിടെ യുദ്ധത്തിന് ചെന്നിട്ട് ദേവേന്ദ്രൻ എന്ത് ചെയ്തു? അമരാവതി ഇന്ദ്രന്റെ കൊട്ടാരത്തിന്റെ വെളിയിൽ നിന്ന് മഹാബലി തൻ്റെ ആനയുടെ പുറത്തിരുന്ന് ഒരു ശംഖെടുത്ത് അങ്ങ് വിളിച്ചു. പതുക്കെ ഇന്ദ്രൻ കർട്ടൻ തുറന്നു നോക്കി, ആരാ വന്നിരിക്കുന്നു? നോക്കിയപ്പോ മഹാബലി ചക്രവർത്തിയും സമുദ്രം പോലെ സൈന്യവും. കണ്ട നിമിഷം ഇന്ദ്രൻ പേടിച്ച് ബാക്ക് ഡോറിൽ കൂടെ അങ്ങ് ഓടിപ്പോയി. യുദ്ധത്തിനേ വന്നില്ല ഇന്ദ്രൻ. ദേഷ്യം വന്ന മഹാബലി ചക്രവർത്തി, ഇത്രയും ഞാൻ എൻ്റെ സൈന്യം എല്ലാം കൊണ്ടുവന്നിട്ട് ഇയാൾ ഓടിപ്പോയല്ലോ. വന്ന ദേഷ്യത്തിന് എന്ത് ചെയ്തു? അമ്മയുടെ ചെവിയിലുള്ള 2 കമ്മലും പറിച്ചെടുത്തുകൊണ്ട് പോയി. ആരുടെ അമ്മയുടെ? ഇന്ദ്രന്റെ അമ്മയുടെ ചെവിയിലുണ്ടായിരുന്ന, അത് ഒരു സ്പെഷ്യലായിട്ടുള്ള 2 കമ്മലാണ്, സച്ചീദേവിയുടെ. അത് പറിച്ചെടുത്തുകൊണ്ട് പോയി. മഹാബലി ചക്രവർത്തി ചെയ്തത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. എന്താ സംഭവിച്ചത്? ആ വന്ന സ്ഥലത്തിലുണ്ടായ ദേഷ്യം, ആ ദേഷ്യം എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കണമല്ലോ, അല്ലേ? പലപ്പോഴും നമ്മളെ വീട്ടിൽ പ്രകടിപ്പിക്കുന്നത് കണ്ണാടിയുടെ പുറത്തും, കുക്കറിന്റെ പുറത്തും, ചട്ടിയുടെ പുറത്തും, മേശപ്പുറത്തും, ഇല്ലേ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? മേശയിൽ ഓങ്ങി അടിക്കുക, അതെടുത്ത് വലിച്ചെറിയുക, എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. എനിക്കും ദേഷ്യം വരും. ഫോൺ എടുത്തെറിയാന്ന്, പിന്നെ വില കൂടിയ കൊണ്ട് അങ്ങ് താഴ്ത്തും. ചിലപ്പോൾ എടുത്ത് എറിയും, പറയാൻ പാടില്ലാത്തത് പറയും, എന്തെങ്കിലൊക്കെ ചെയ്യും. അങ്ങനെ ക്ഷിപ്രകോപം പ്രദർശിപ്പിച്ചതാണ് മഹാബലി. ഇത് വേണ്ടാന്നായിരുന്നു. ദേവേന്ദ്രനെ അന്വേഷിച്ചു വന്നു, ആളില്ല, തിരിച്ചു പോണ്ടതല്ലേ. ദേവേന്ദ്രന്റെ അമ്മയുടെ ചെവിയിലുള്ള 2 കമ്മലും അങ്ങ് പറിച്ചെടുത്തോണ്ട് പോയി. ഇപ്പോ മകൻ ജയിക്കേണ്ടത് അമ്മയുടെയും കൂടെ ആവശ്യമായി. നേരത്തെ മകൻ മാത്രമേ ശത്രുവായിരുന്നുള്ളൂ, ഇപ്പൊ ആരായി? അമ്മയും കൂടെ ചേർന്നു. ഇന്ദ്രന്റെ അമ്മയ്ക്കും അതൊരു വാശിയായി. മഹാബലിയെ തോൽപ്പിക്കേണ്ടത് എൻ്റെ മകന്റെ മാത്രം ആവശ്യമല്ല, എൻ്റെയും ആവശ്യം. 41 ദിവസം പയോവ്രതമിരുന്നു. പാല് മാത്രം കുടിച്ചുകൊണ്ട്, ഉറക്കമില്ലാതെ, വേറെ അന്നമില്ലാതെ സദാസമയം ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ പയോവ്രതം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായി സച്ചീദേവി എടുത്ത് ചോദിച്ചു, എന്ത് അനുഗ്രഹമാ വേണ്ടത്? എനിക്ക് അങ്ങേപ്പോലെ ഒരു പുത്രൻ വേണം. ഭഗവാൻ പറഞ്ഞു, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, ഇനി ഒരാളില്ല. ഡ്യൂപ്ലിക്കേറ്റ്, സെറോക്സ് കോപ്പി ഒന്നുമില്ല. എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ മകനായി, ഇന്ദ്രന് അനുജനായി, ഉപേന്ദ്രനായി, വാമണനായി അവതരിക്കാമെന്ന് പറഞ്ഞ് ഭഗവാൻ അവതരിച്ചു. ഇപ്പോ ഈ അവതരിച്ചതിൽ കൂടെ ഭഗവാൻ ആർക്കാണ് വരം നൽകിയത്?
ഇന്ദ്രനാണോ മഹാബലിക്കാണോ? സച്ചിമാതാവിൻ്റെ ഗർഭത്തിൽ ഭഗവാൻ അവതരിച്ചത് കൊണ്ട് ആർക്കാണ് നന്മ? ഇന്ദ്രനാണോ മഹാബലിക്കാണോ? ഇന്ദ്രനാണോ മഹാബലിക്കാണോ? ശരി, ഞാൻ വാക്ക് മാറ്റി ഉപയോഗിച്ചു. ആർക്ക് വരം, ആർക്ക് അനുഗ്രഹം? മഹാബലിക്ക് അനുഗ്രഹവും ഇന്ദ്രന് വരം. എനിക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും. അങ്ങനെ വാമനമൂർത്തി ജനിച്ചു. പെട്ടെന്ന് തന്നെ വാമനമൂർത്തി വളർന്നു. വാമനമൂർത്തിക്ക് എല്ലാവരും ഓരോ സാധനങ്ങൾ കൊടുത്തു. ശിവൻ മരവുരി കൊടുത്തു, തൃശൂലം കൊടുത്തു, ബ്രഹ്മാവ് കമണ്ഡലം കൊടുത്തു, ഇന്ദ്രൻ വജ്രായുധം കൊടുത്തു, ഭഗവാൻ സുദർശന ചക്രം കൊടുത്തു. ഇതെല്ലാമായിട്ട് ഈ കൊച്ചുകുട്ടി അങ്ങോട്ട് നടക്കാൻ യാത്ര തുടങ്ങി. ഒരു കുള്ള ബ്രാഹ്മണൻ, പൊക്കം കുറഞ്ഞ ഒരു ബ്രാഹ്മണൻ, എന്നാൽ സുന്ദരനായി തേജസ്വിയായി സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഒരു മുഖം. അന്ന് മഹാബലി ചക്രവർത്തി തൻ്റെ കുടുംബസമേതം ഇരുന്ന് വലിയ ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുക. യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിൽ സൂര്യൻ ജ്വലിക്കുന്നു. പെട്ടെന്ന് കിഴക്കൻ ചക്രവാളം, ഈസ്റ്റേൺ ഹൊറൈസോണിൽ ഇനി ഒരു സൂര്യൻ ഉയർത്തെഴുന്നു വരും. 2 സൂര്യന്മാർ. എല്ലാവരും യാഗം നിർത്തി. ഇത്രയും തേജസ്വിയായി ജ്വലിക്കുന്ന ഇനിയൊരു വസ്തു ഏതാണ്? തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങനെ ജ്വലിക്കുക തേജസ്. ആ കുള്ള ബ്രാഹ്മണൻ നടന്നു വരുന്നു. യാഗവും പൂജയും എല്ലാം നിർത്തി വരുന്നവരെ കാത്തിരുന്നു. വന്ന ഉടനെ മഹാബലി ചക്രവർത്തി വിനയത്തോട് എഴുന്നേറ്റ് നിന്നു. വലിയ ഒരു ഇരിപ്പിടം കൊടുത്ത് മഹാബലി വാമണനെ പിടിച്ച് ഇരുത്തി. പാദങ്ങൾ കഴുകി, അങ്ങ് ഈ വേദിയിൽ വന്നത് ഞാൻ ചെയ്ത മഹാഭാഗ്യം. അങ്ങേപ്പോലെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ദേവസമാനം അങ്ങയുടെ പാദം പടിഞ്ഞതുകൊണ്ട് എൻ്റെ യാഗം പൂർത്തിയായി. അങ്ങ് ആരാണ്? എന്ത് വേണം? ശുക്രാചാര്യർ ആലോചിക്കണം, ഈ വന്നതാരാ? ശുക്രാചാര്യർ അസുരന്മാരുടെ ഗുരു. ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ കുട്ടിയെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, ആരാ വന്നത്? ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് മഹാബലി എണീക്കുകയും സൽക്കരിക്കുകയും എന്ത് ദാനമാണ് വേണ്ടത്? ഉടനെ വാമനമൂർത്തി വലവിരിക്കാൻ തുടങ്ങി. മനോഹരമായി ഭാഗവതം പറയുന്നു, വാമണൻ മഹാബലിയെ തോൽപ്പിച്ചത് വാക്സാമർത്ഥ്യം കൊണ്ട് മാത്രമാണ്. ആയുധമില്ല, ഒരു യുദ്ധവുമില്ലാതെ അവിടെ മഹാബലിയെ തോൽപ്പിച്ചു. ജയദേവ കവികൾ പാടുന്നുണ്ട്, ചലയസി വിക്രമനേ ബലിമദ്ഭുത വാമണ പതനക നിരജനിത ജനപാവന കേശവ ധൃത വാമണ രൂപ. ചലയസി എന്ന് വെച്ചാൽ ട്രിക്കിക്ക് എന്ത് പറയും മലയാളത്തിൽ? ആണ് സൂത്രം, കൗശലം, അങ്ങനത്തെ വാക്കുകൾ. ചലയസി വിക്രമണി ബലിം. മഹാബലി ചക്രവർത്തി അദ്ദേഹത്തിന് വെറും വാക്കുകൾ കൊണ്ട് അങ്ങ് വീഴ്ത്തി. ചലയസി വിക്രമനെ ബലിമദ്ഭുത വാമന പതനക നിരജനിത ജന. അദ്ദേഹത്തിന്റെ പാദത്തിന്റെ നഖം കൊണ്ട് ഈ ഭൗതിക പ്രപഞ്ചമേ രക്ഷപ്പെടുന്ന ഒരു വെള്ളത്തിന്റെ പ്രവാഹം ഉള്ളിൽ വന്നു. അതേത് വെള്ളം? ഗംഗ വന്നത് ഇദ്ദേഹത്തിന്റെ പാദ. ജനിത ജന ഭാവന കേശവ ധൃത വാമണ രൂപ. ജയ ജഗദീശ ഹരേ. വാമനദേവ് കി. അപ്പൊ വാമനമൂർത്തി അങ്ങനെ കയറി വന്നു. അപ്പൊ ഇദ്ദേഹം പറയും, എന്ത് ദാനമാണ് വേണ്ടത്? ഉടനെ വാമനമൂർത്തി ചിരിച്ചുകൊണ്ട്, വളരെ പ്രസന്നമായ ഒരു മുഖം. ചില കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ നല്ല ബൾബ് പോലെ ഉരുണ്ടൊക്കെ ഇരിക്കുന്നു, തിളങ്ങുന്ന വളരെ പ്രസന്നമായ ഒരു മുഖം, ഒരു മുനിവേഷം. ചിരിച്ചുകൊണ്ട് പറയാം, എനിക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല. ഉള്ളത് കൊണ്ട് തൃപ്തനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തൃപ്തിയോട് കഴിയുക. ഇനിയും വേണം എന്ന് പറഞ്ഞാൽ ആ ഇനിയും വേണം ഒരിക്കലും അവസാനിക്കില്ല. ആഗ്രഹം മൂത്ത് നമ്മൾ വീട്ടിൽ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനത്തെ ലീല ഏതെങ്കിലും വീട്ടിലുണ്ടോ? ഉള്ള സാധനമെല്ലാം ഓർഡർ ചെയ്ത് വാങ്ങിച്ചു വെച്ചു, പക്ഷെ ഇന്ന് വരെ പെട്ടി പോലും തുറന്നിട്ടില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ല. എത്ര പേരുടെ വീട്ടിൽ അങ്ങനത്തെ സാധനങ്ങളുണ്ട്? എല്ലാവരും വീട്ടിലും. അതായത് ശ്രീബുദ്ധൻ പ്രഭുയുടെ വീട്ടിലുണ്ടോ അങ്ങനെ? ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ വാങ്ങിച്ചു വെച്ചു, ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല. ഉണ്ടല്ലേ? ആരാണത്? അല്ല, ഏതാണത്? അതുകൊണ്ട് ശ്രീബുദ്ധൻ ഒരു മനോഹരമായ ബുദ്ധൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്.
കഴിഞ്ഞ ചില മാസങ്ങൾ 3-6 മാസങ്ങളായി നിങ്ങളൊരു വസ്തു ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടേതല്ല, നിങ്ങൾക്ക് സ്വന്തമല്ല. എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് 6 മാസത്തിന് കൂടുതലായി അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് എനിക്ക് വേണ്ടാത്തതാ, അത് എൻ്റെ സ്വന്തമല്ല. വെറുതെ ആഗ്രഹം കൊണ്ട് വാമനമൂർത്തി പറഞ്ഞു, ഉള്ളത് കൊണ്ട് സംതൃപ്തനായി ജീവിക്കുന്നവനാ യഥാർത്ഥ ബ്രാഹ്മണൻ. ഈ കാട്ടുതീ പോലെ ഉള്ള ആഗ്രഹങ്ങൾ ഒരിക്കലും ശമിപ്പിക്കാൻ പറ്റും. ഉടനെ ഈ മറുപടി കേട്ടപ്പോൾ മഹാബലിക്ക് വലിയ ഒരു ഉത്സാഹമായി. ഇദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. അങ്ങക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. സ്വർണം വേണോ, രാജ്യം വേണോ, ഗ്രഹസംവിധാനങ്ങൾ വേണോ? കാരണം 14 ലോകം പിടിച്ചു വെച്ചിരിക്കുക മഹാബലി. ഗ്രഹസംവിധാനങ്ങൾ വേണോ, സുന്ദരിമാരായ പെണ്ണുങ്ങൾ വേണോ, പശുക്കൾ വേണോ, എന്ത് വേണമെങ്കിലും തരാം. അടുത്ത മറുപടി വാമനമൂർത്തി, മഹാബലി, നിന്റെ കയ്യിലുള്ളതൊന്നും എനിക്ക് ഉപയോഗപ്പെടില്ല. എനിക്ക് ആവശ്യമായത് നിന്റെ പക്കലില്ല. അടുത്ത ആൻസർ. അതായത് പതുക്കെ വലവിരിക്കാണ് മഹാബലിയെ ബന്ധിക്കാൻ. ആ മറുപടിയും കൂടെ കേട്ടപ്പോൾ മഹാബലിക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. എന്താ വേണ്ടത് ചോദിച്ചോളൂ. പിന്നെ മൂന്നാമത്തത്, ഇത്രയും നിർബന്ധിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ട. നമ്മൾ കല്യാണ വീട്ടിൽ പോയി പറയില്ലേ, അപ്പുറത്തേലേക്ക് അവിയലേ, ആർക്കാ വേണ്ടത്? എനിക്ക് വേണ്ട. ഇത്രയും നിർബന്ധിക്കുന്നത് കൊണ്ട് ശരി, ഒരു കാര്യം, 3 അടി മണ്ണ് മതി. അങ്ങനെ അട്ടഹസിച്ചു ചിരിച്ചു മഹാബലി. ഇതൊരു അങ്ങ് രൂപം കൊണ്ടൊരു ബാലനാണ്, പക്ഷെ വിവേകം കൊണ്ട് പണ്ഡിതനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങക്ക് വിവേകം ബുദ്ധിയില്ല. അങ്ങൊരു കുഞ്ഞാണ്. എന്തെല്ലാമോ തരാമെന്ന് പറയുമ്പോൾ 3 അടി മണ്ണ്. ഇവിടെ കുഞ്ഞാവാൻ പോണത് ആരാണെന്ന് പിന്നെയേ മനസ്സിലാവുള്ളൂ. അപ്പോഴും ശുക്രാചാര്യർ ആലോചിക്കുകയാണ്, ഈ വന്നതാരാ. വെറും 3 അടി മണ്ണാണ് ചോദിച്ചത്. അപ്പൊ പെട്ടെന്ന് ശുക്രാചാര്യർക്ക് ബൾബ് കത്തി. വന്നത് ഹരിയാണ്. കാരണം മുമ്പേ പല രൂപം, പകുതി നരനും പകുതി സിംഹമായിട്ടും കാട്ടുപന്നിയായിട്ടും മത്സ്യമായിട്ടും ഈ രൂപം മാറുന്നതൊന്നും ഈ വ്യക്തിക്ക് പ്രശ്നമേ അല്ല. ഇതാ ഒരു കുള്ള ബ്രാഹ്മണനായി വന്നിരിക്കുന്നു. ഹരി ഉള്ളതെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്ന വ്യക്തി. എന്ത് കയ്യിലുണ്ടോ എല്ലാം എടുത്തോണ്ട് പോകും. ഹരി എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ഇത് കേട്ട ഡിവോട്ടീസ് പേടിക്ക്, അയ്യോ ഉള്ളതെല്ലാം പോകും. എന്ത് ഉണ്ടായിട്ട് പോവാൻ? 4 കീറിയ ഷർട്ടും 2 പാൻറ്റും ഉണ്ട്. എന്ത് പോവാൻ? അപഹരിച്ച് ഹരി കൊണ്ടുപോകും. ശുക്രാചാര്യർക്ക് മനസ്സിലായി, വാക്ക് കൊടുക്കല്ലേ. വന്നിരിക്കുന്നത് വിഷ്ണുവാണ്, വാക്ക് കൊടുക്കരുത്. നിന്റെ പൂർവികരായ ഹിരണ്യകശിപ്പും, കാരണം ഇവർ ഒരു കുടുംബത്തിന് വേണ്ടിയാ ഭഗവാൻ ഇത്രയും അവതാരം എടുത്തത്. വലിയ പ്രോബ്ലമാറ്റിക് ഫാമിലി. ആരുടെ കുടുംബം? ഈ ഒരു കുടുംബത്തിന് വേണ്ടി എത്ര അവതാരം. ഹിരണ്യാക്ഷന് വേണ്ടി ആരാ? വരാഹമൂർത്തി. സഹോദരൻ ഹിരണ്യകശിപ്പുവിന് വേണ്ടി നരസിംഹമൂർത്തി. പേരക്കുട്ടി മഹാബലിക്ക് വേണ്ടി ഒരു ഫാമിലിയിൽ 3 അവതാരം. നിന്റെ പൂർവികരെ, നിന്റെ മുത്തച്ഛന്മാരെ, മുതുമുത്തച്ഛന്മാരെ എല്ലാം തോൽപ്പിച്ചത് ഈ വിഷ്ണു. ആ വാക്ക് കൊടുക്കല്ലേ. വന്നിരിക്കുന്നത് നാരായണനാണെന്ന് അറിഞ്ഞപ്പോൾ മഹാബലിക്കുണ്ടായ സന്തോഷം. ഭഗവാൻ എൻ്റെ തിരുമുറ്റത്തിൽ ഒരു യാചകനായി വന്നല്ലോ. എന്തും ഞാൻ കൊടുക്കും, എൻ്റെ സർവസ്വവും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഉടനെ 3 അടി മണ്ണ് തരാമെന്ന് വാക്ക് കൊടുത്തു. ശുക്രാചാര്യർ പറഞ്ഞു, നീ വാക്ക് കൊടുത്താൽ ഞാൻ നിന്റെ ജീവിതം വിട്ട് അകന്നു പോകും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവർക്കും ഗ്രഹനിലയുണ്ട്. എല്ലാവരും ജാതകം കണ്ടിട്ടുണ്ടോ? ഗ്രഹനിലയുണ്ട്. 12 കോളം ഉണ്ടാവും, നടുക്കൊരു കാലിപ്പെട്ടി ഉണ്ടാവും. ശരി, അതിൽ ഒരു സയന്റിഫിക്കൽ ക്വസ്റ്റ്യൻ. ആ ഗ്രഹനിലയിൽ ഒരു ഗ്രഹമില്ല. ഏതാണ്? ഗുരുവൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഗ്രഹനിലയിൽ ഗുരു ഉണ്ട്. ജൂപ്പിറ്റർ, വ്യാഴം ഉണ്ട്. ആ ഗ്രഹനില എല്ലാവരും കണ്ടിട്ടില്ലേ? അവരെ ജാതകം 12 കോളം 9 ഗ്രഹമൊക്കെ ഉണ്ടാവും. അതിൽ ഒരു ഗ്രഹമില്ല. ഭൂമി ഉണ്ടാവില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ ഭൂമിയിലിരുന്ന് ആ ഗ്രഹനില വരച്ചത് കൊണ്ട് നടുക്ക് കാലിപ്പെട്ടിയില്ലേ, അതാണ് ഭൂമി. ബാക്കി നമ്മളെ ചുറ്റുകയാണ്.
മനസ്സിലായോ? അതൊരു അത്ഭുതകരമായ വിജ്ഞാനം, സയൻസാണ്. ഇതേ ഗ്രഹനില നമ്മൾ ചന്ദ്രനിൽ ഇരുന്ന് വരച്ചാൽ എന്ത് സംഭവിക്കും? ചന്ദ്രൻ സെന്ററിൽ വരും, ഭൂമി പുറത്ത് വരും. ഇതൊരു ബ്യൂട്ടിഫുൾ സയൻസാണ്. ശുക്രാചാര്യർ പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടു പോകും. അതിൻ്റെ അർത്ഥം നമ്മുടെ ഗ്രഹനിലയിൽ ഈ ശുക്രൻ ഒന്ന് സ്ഥലം മാറിയാൽ മതി. 11ാമത്തെ വീട്ടിൽ വന്ന് ശുക്രൻ ഇരുന്നാൽ ഈ ക്ഷണം നമ്മളൊരു പിച്ചപാത്രം എടുത്ത് തെരുവിൽ ഇറങ്ങേണ്ടി വരും. ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതം തകടം മറിയും. ഇപ്പം ദരിദ്രരായിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ അല്ലേ, ഞാൻ വെറുതെ പറയുന്നല്ല. ഈ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ റോഡിൽ ഭിക്ഷ എടുത്തിട്ട് വീടില്ലാതെ തെരുവിൽ ഉറങ്ങി കുഞ്ഞുങ്ങളെ വെറുതെ അവരെ ഗ്രഹനില എടുത്ത് പരിശോധിച്ച് നോക്കൂ, ഈ ശുക്രൻ റോങ് പ്ലേസിലുണ്ടാവും. പക്ഷെ ചില ഭിക്ഷക്കാരന്മാർ പറയാൻ പറ്റില്ല, ബാങ്കിൽ ലക്ഷക്കണക്കിലാണ് പൈസ ഉള്ളത്, അത് വേറെ. ഗ്രഹനില റോങ് പൊസിഷനിൽ വന്നാൽ അടുത്ത നിമിഷം, അതാണ് മഹാബലിക്ക് സംഭവിച്ചത്. 7-14 ലോകം, രഥം, സ്വർണം, അണ്ടചരാചരങ്ങളും തൻ്റെ നിയന്ത്രണത്തിലുണ്ടായ മഹാബലി ബന്ധിതനായി 3 അടിയുടെ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് ശുക്രൻ ശപിച്ചതാണ്. ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിൽ അതൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം നമ്മുടെ മുമ്പേ അങ്ങനെ ശുക്രാചാര്യർ വന്ന് പറയാണ്, ഇനി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ നിന്റെ ജാതകം വിട്ട് ഞാൻ പോവും എന്ന് പറഞ്ഞാൽ എത്ര പേര് ധൈര്യത്തോടെ ഹരേ കൃഷ്ണ ജപിക്കും? ചുമ്മാ വെറുതെ കൈ ഉയർത്താണ്. ഇവിടെ ശുക്രനും ഇല്ല, ആരും ഇല്ലെന്നൊക്കെ അറിയാം. ഈ നിമിഷം നമ്മുടെ ജോലി നഷ്ടമാകും, നമ്മുടെ വീട് നമ്മുടെ വിട്ടുപോകും, നമ്മുടെ കുടുംബം, മക്കളും കുഞ്ഞുങ്ങളും, സ്വർണം, ബാങ്കിലുള്ള എല്ലാം പോയി റോട്ടിൽ അവിടെ മൂലയ്ക്ക് വന്ന് നിൽക്കേണ്ടി വരും. ഹരേ കൃഷ്ണ ജപിച്ചാൽ ശുക്രാചാര്യർ പറയാൻ, ഞാൻ നിന്റെ ലൈഫ് ഇട്ട് അടുത്ത സെക്കൻഡ് നീ അവിടെ നടുവിൽ നിൽക്കേണ്ടി വരും, ഒന്നുമില്ലാതെ. ജപിക്കോ? ഇപ്പൊ 2 പേരെ കൈയുയർത്തുള്ളൂ. അത് വലിയ ചാലഞ്ചിങ് ക്വസ്റ്റ്യനാണ് അല്ലേ? അത് മനുഷ്യരെ കുഴപ്പിക്കുന്ന. ഇപ്പോ ഭഗവാൻ വന്ന് പറയാണ്, ബാംഗ്ലൂരിലുള്ള ജോബ് നഷ്ടപ്പെടും ജപിച്ചാൽ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ആലോചിക്കും, വേണോ വേണ്ടത്. ശുക്രാചാര്യർ വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിലാണ് ആരെ ഇട്ടത്? വാമനം, മഹാബലിയെ. നീ അനുസരിച്ചാൽ അടുത്ത സെക്കൻഡ് ഇതാകും. പക്ഷെ മഹാബലി ചക്രവർത്തിക്ക് സെക്കൻഡ് തോട്ട് ഇല്ല, വേറെ ഒരു ചിന്ത വന്നില്ല. വന്നിരിക്കുന്നത് വിഷ്ണു, എന്ത് സംഭവിച്ചാലും ഞാൻ കൊടുക്കും, വാക്ക് കൊടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പിൽ താഴത്തെ 7 ലോകങ്ങളാണ്, വെറും ഗ്രഹങ്ങളല്ല. ഓരോ അതളം, വിതളം, സുതളം, തളാതളം, മഹാതളം, രസാതളം, പാതാളം, 7 താഴെ. അടുത്ത സ്റ്റെപ്പിൽ 7 മേലെ, ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, മഹർലോകം, ജനോലോകം, തപോലോകം, 7 എടുത്തു. വാമനമൂർത്തി അങ്ങോട്ട് വളർന്നു ഒരു വിശ്വരൂപമായി. നദികളും സമുദ്രങ്ങളും, എന്താ പറയുക, നദികളിലുള്ള ജീവികളും പർവ്വതങ്ങളും മേഘങ്ങളും അങ്ങനെ ഉപരിഗ്രഹങ്ങളും, അങ്ങനെ 2 സ്റ്റെപ്പിൽ എല്ലാം എടുത്തു. വീണ്ടും ചെറിയ കുള്ള ബ്രാഹ്മണനായി വന്നു, ഒന്നും അറിയാത്ത പോലെ 3ാമത്തെ സ്റ്റെപ്പ് എവിടെ വയ്ക്കും? കുറച്ചു നേരം മുമ്പാണ് മഹാബലി ചിരിച്ചത്, ഇത് വളരെ ബാലിഷ്യമായി പോയി എന്ന്. 2 സ്റ്റെപ്പിൽ കംപ്ലീറ്റ് എടുത്ത് 3ാമത്തത് എവിടെ വെക്കട്ടെ? മഹാബലി ചക്രവർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു, രോമാഞ്ചമുണ്ടായി, ശരീരം വിറയ്ക്കാൻ തുടങ്ങി, ഒന്നും പറയാൻ സാധിച്ചില്ല. ഈ ക്ഷണം വരെ അഹമെന്ന ഭാവം, അഹങ്കാരം മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. ഇപ്പൊ എൻ്റെ സമ്പത്തായിട്ട് അത് മാത്രമേ ഉള്ളൂ. ബാക്കി രാജ്യം, സ്വർണം, കുതിരകൾ, കുടുംബം എല്ലാം അങ്ങ് എടുത്തു കഴിഞ്ഞു. ഇനി അഹമെന്ന ഒരു ഭാവം, ഇതും കൂടെ എൻ്റെ കയ്യിൽ എൻ്റെതായിട്ടുള്ളൂ, അതും കൂടെ എടുത്തോളൂ എന്ന് പറഞ്ഞ് തലകുനിച്ചു വെച്ചു. ഇപ്പോ വാമനമൂർത്തി ആരെയാ സപ്പോർട്ട് ചെയ്തത്? ഇന്ദ്രനെയാണോ മഹാബലിയാണോ? ആരെയാ സപ്പോർട്ട് ചെയ്തത്? മഹാബലിയ. ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്തു, മഹാബലിയെ അനുഗ്രഹിച്ചു. ചെറിയൊരു വ്യത്യാസമാണ്. ഇന്ദ്രന്റെ പ്രാർത്ഥന എന്തായിരുന്നു? എനിക്ക് എൻ്റെ രാജ്യം തിരിച്ചു കിട്ടണം. ഇന്ദ്രന്റെ അമ്മയ്ക്ക് എന്താണ്? എൻ്റെ മകൻ്റെ ചീത്തയായ പേരും ഇതൊക്കെ നാണക്കേടെല്ലാം തിരിച്ചു കിട്ടണം. അവർക്കത് കിട്ടി. 3 വരം ഒരു ചുവടിൽ മഹാബലിയുടെ പാതാള ലോകങ്ങളെല്ലാം എടുത്ത് ഇന്ദ്രന് കൊടുത്തു. 2ാമത്തെ ചുവടിൽ വീണ്ടും
ഉപരിലോകങ്ങളെല്ലാം എടുത്ത് ഇന്ദ്രന് കൊടുത്തു. മൂന്നാമത്തത് ഭഗവാൻ വാമനം മഹാബലിയുടെ തലയിൽ കാല് വെച്ചതോടെ ഇന്ദ്രന് ഭയങ്കര അഹങ്കാരായി. എന്നെ എതിർത്ത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. പക്ഷെ ഇൻ റിയാലിറ്റി ഭഗവാൻ അനുഗ്രഹിച്ചത് മഹാബലിയാണ്. ബാഹ്യമായി ഇന്ദ്രനെ സഹായിച്ച പോലെ തോന്നുമെങ്കിലും ഇതാണ് ഭക്തന്മാർ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾക്ക് മഹാബലിയുടെ പോലെ അനുഗ്രഹമാണ് വേണ്ടത്, ഇന്ദ്രനെ കിട്ടിയ പോലെ അനുഗ്രഹം വേണ്ട. പക്ഷെ ഡിവോട്ടീസ് പലപ്പോഴും ഇന്ദ്രന് കിട്ടിയതുപോലെ ജപിച്ചിട്ട് പോവാം, ഇന്ന് മാനേജർ വരെ കാല് വഴിക്ക് വീണു, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കത് വേണ്ട. ഇന്ദ്രന് കിട്ടിയ അനുഗ്രഹം വേണ്ട. ആർക്ക് കിട്ടിയ അനുഗ്രഹം വേണം? മഹാബലിക്ക്. ഒരു കാലെടുത്ത് ഇന്ദ്രന്റെ തലയിൽ മഹാബലിയുടെ തലയിൽ വെച്ച് ഈ 7 താഴോട്ടുള്ള 7 ലോകങ്ങൾ എടുത്തപ്പോൾ തന്നെ ഭഗവാൻ അതിന് പാരലലായിട്ട് ഒരു അനുഗ്രഹം കൊടുത്തു. എന്താന്ന് വെച്ചാൽ പാതാളത്തിൽ സുതളം എന്ന് പറയുന്ന ഇന്ദ്രന്റെ അമരാവതിയേക്കാളും 1000 ഇരട്ടി സൗന്ദര്യവും നേട്ടവുമുള്ള ഒരു ഗ്രഹം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. ഒരു സ്റ്റെപ്പ് അവിടെ വെച്ചപ്പോൾ ഇനിയൊന്ന് സാധനം അവിടെ കൊടുത്തു. ഇന്ദ്രന്റെ അമരാവതിയേക്കാളും സുതളം എന്ന് പറയുന്ന ഗ്രഹം. രണ്ടാമത്തതിൽ എന്താ എടുത്തത്? 7 ഉപരിലോകങ്ങൾ. ആ 7 ഉപരിലോകങ്ങൾ എടുക്കുമ്പോൾ അടുത്ത പ്രോമിസ് മഹാബലിക്ക് കൊടുത്തു കഴിഞ്ഞു. നീ അഥവാ നിനക്ക് വിഷമമുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ നീ ഇന്ദ്രനായി ജനിക്കും, നിനക്ക് ഇന്ദ്ര പദവി തരാം. മൂന്നാമത്തത് തലയിൽ കാല് വെച്ചപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചത്, നീ മഹാബലിയായി കഴിയുന്നിടത്തോളം കാലം നിന്റെ കാവൽക്കാരനായി ഞാൻ വാതിലിലുണ്ടാകും. ആര്? ഭഗവാൻ വാതിൽ. ഇതിപ്പോ ആരെയാ ശരിക്കും അനുഗ്രഹിച്ചത്? ഇത് ചില സമയം ഭക്തന്മാർക്ക് മനസ്സിലാവുന്നില്ല. അയാൾ കോഴിയും കഴിച്ചിട്ട് ബാങ്ക് മാനേജർ ആയിരിക്കുന്നു, ഞാൻ ജപിച്ചിട്ട് ഞാൻ അവിടെ പ്യൂണ് പണിയാണ്, എനിക്ക് പ്രൊമോഷനും കിട്ടുന്നില്ലോ. ഇങ്ങനെ നമ്മൾ ഭൗതികമായി മറ്റുള്ളവരെ കമ്പയർ ചെയ്യരുത്. ഭൗതികമായി ചിലപ്പം ഇന്ദ്രനെ അനുഗ്രഹിച്ച പോലെ അവരെയൊക്കെ അനുഗ്രഹിക്കും. പക്ഷെ ഓരോ അനുഗ്രഹത്തിൻ്റെ ഇടയിൽ ശരിക്കുമുള്ള ഒരു ബ്ലെസ്സിങ്സ് ആർക്കാ കിട്ടിയത്? അതുകൊണ്ട് നമ്മൾ അവരെ കൂടെ അതുപോലെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഒരു ബ്യൂട്ടിഫുൾ ലെസണാണ് ശ്രീമദ് ഭാഗവതത്തിൽ 8ാം സ്കന്ധത്തിൽ ഒരു മനോഹരമായ പാഠം. കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹി മാം. केशव कृष्ण केशव कृष्ण केशव पाहि मां. राम राघव राम राघव राम